മരുഭൂമിയിൽ അർദ്ധപ്രാണന ഒരു കണ്ണും കാണാതെ പിതുമ്പിയപ്പോ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാർവോടണച്ചു. മരുഭൂമിയിൽ അർദ്ധപ്രാണന ഒരു കണ്ണും കാണാതെ പിതുമ്പിയപ്പോ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. എന്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിരച്ചതില്ല. അപ്പൊ 10,000 അതിശ്രേഷ്ഠൻ ഏറ്റവും പ്രിയമുള്ള നാഥൻ എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരനേശു. എനിക്കൊരു ഉത്തമഗീതം ചേർന്ന് പാടിയാട്ടെ. എന്റെ പ്രിയനോടു പാടുവാനുണ്ട് എനിക്കൊരു ഉത്തമഗീതം എന്റെ പ്രിയനോടു പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. ഹല്ലേലൂയ. യേശുവേ തമ്പുരാനെ, ഒരു മനോഹരമായ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങൾ എന്തുള്ളൂ കർത്താവെ അങ്ങേ ഉയർത്തുവാൻ. അങ്ങ് തന്ന ദാനമല്ലാതെ മറ്റെന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ കർത്താവെ? അങ്ങ് ചെയ്ത നന്മകളെ ഓർത്ത്, അങ്ങ് ചെയ്ത ആ ക്രൂശിലെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഓർത്താണ് ഇന്ന് ഞങ്ങൾ ഉയർത്തുന്നത് കർത്താവെ. ഒരു കണ്ണും കാണാൻ പറ്റാത്ത വണ്ണം നീ ഞങ്ങളെ ഉയർത്തി. ഞങ്ങളുടെ ഹൃദയത്തിൽ വിചാരപ്പെടാത്തതിനപ്പുറമായി ഞങ്ങളെ ഉയർത്തി. ഒരു കാതുകളും കേൾക്കാതെ വണ്ണം ഞങ്ങളെ ഉയർത്തി. ആ മഹാസ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നെൻ സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി കാത്തിരുന്നെൻ സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവേൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്നും യേശുവെ ഞാൻ ഒരിക്കലും നിരച്ചതില്ല.
10,000-ത്തിലതിശ്രേഷ്ഠൻ എനിക്കേറ്റവും പ്രിയമുള്ള നാഥൻ. എന്റെ ഹൃദയം കവർന്ന പ്രേമഗാഥൻ സർവാംഗ സുന്ദരനേശു എനിക്കൊരു ഉത്തമഗീതം. അപ്പാ എന്റെ പ്രിയനോടു പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി എനിക്കൊരു ഉത്തമഗീതം എന്റെ പ്രിയനോടു പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. എന്റെ ഹൃദയം എന്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവേറ്റോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിരച്ചതില്ല. അപ്പാ 10,000-ത്തിലതിശ്രേഷ്ഠൻ അപ്പാ എനിക്കേറ്റവും പ്രിയമുള്ള നാഥൻ. എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരനേശു എനിക്കൊരു ഉത്തമഗീതം. എന്റെ പ്രിയനോടു പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. ഹല്ലേലൂയ. പനിനീർ പുഷ്പം ശാരോനിലവൻ താമരയുമേ താഴ്വരയിൽ പുഷ്പം ശാരോനിലവൻ താമരയുമേ താഴ്വരയിൽ വിശുദ്ധരിലാതി വിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ. വിശുദ്ധരിലാതി വിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ. വടവീത്തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം വടവീത്തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വാഴ്ത്തുമേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. വാഴ്ത്തുമേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി
നന്ദിയോടെ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ നന്ദിയോടെ ഞാൻ പാടിടുമേ. നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നിട്ട് ഈജിപ്തിൽ മിസ്രൈമിൽ ജനിച്ച കാലേബ് യോശുവ ഒഴിച്ച് ബാക്കി എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് സംസാരിച്ചത്. മിസ്രൈമിൽ ജനിച്ച കാലേബ് യോശുവ ഒഴിച്ച് ബാക്കി എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. നമ്മളും മിസ്രൈം എന്ന് പറയുന്ന നമ്മൾ ലോകമാണ്, ആ ലോകത്ത് ജനിച്ചവർ നമ്മളെല്ലാവരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഓടുവാൻ. മരുഭൂമിയിൽ ജനിച്ച കുഞ്ഞുങ്ങൾ 20 വയസ്സിൽ താഴെയുള്ളവർ മാത്രമേ കനാൻ ദേശം അവകാശമാക്കിയുള്ളൂ എന്ന സത്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട ആവശ്യമുണ്ട്. മരുഭൂമിയിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ മാത്രം, 20 വയസ്സിൽ താഴെയുള്ളവർ മാത്രമേ കനാൻ ദേശം അവകാശമാക്കിയുള്ളൂ എന്ന സത്യം വളരെ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. നമ്മൾ കണ്ടു അവർ കാരണം 106 സങ്കീർത്തനം 24 വാക്യം പറയുന്നു, അവർ മനോഹര ദേശത്തെ നിരസിച്ചു കളഞ്ഞു, അവർ അവന്റെ വചനത്തെ വിശ്വസിച്ചതുമില്ല. കാരണം ദൈവം വാഗ്ദത്തം കൊടുത്തതാണ് അവർക്ക് കനാൻ ദേശം. പക്ഷേ ആ കനാൻ ദേശം വിശ്വസിക്കുവാൻ അവർക്ക് മനസ്സുണ്ടായില്ല. പലപ്പോഴും നമുക്കും ഇത് തന്നെയാണ്. നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കാൻ പറഞ്ഞു, പക്ഷേ ദൈവരാജ്യം കാണാത്തതായതുകൊണ്ട്, സ്പിരിച്വൽ റിലേറ്റീവായതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമുക്കത് വിശ്വസിക്കാൻ പോലും കഴിയാത്തത് കൊണ്ട് അവർക്കുണ്ടായ ഗതി നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. കാരണം ലോകം അത്രമാത്രം ഒരു ഭയാനകമാണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, 80% ദൈവകുഞ്ഞുങ്ങളും ദൈവദാസന്മാരും നരകത്തിലേക്കൊന്ന് പറഞ്ഞത് വെറും വാക്ക് പറഞ്ഞതല്ല കർത്താവ്. ആ ശ്രദ്ധയോടെ നമ്മൾ നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അവർ മനോഹര ദേശത്ത് നിരസിച്ചു കളഞ്ഞു, അവർ അവരുടെ വചനത്തെ വിശ്വസിച്ചതുമില്ല എന്ന് നമ്മൾക്ക്, കൂടാതെ വചനം കേൾക്കാതിരുന്നു. ഇത് തന്നെയാണ് സ്തെഫാനോസും വിളിച്ചു പറഞ്ഞത്, അല്ലേ? നിങ്ങളുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു, ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു പോയി. ഹല്ലേലൂയ. എത്രയോ കുഞ്ഞുങ്ങളെന്നറിയാം, വിശ്വാസികൾ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക്, ലോകത്തിലേക്ക് പിന്തിരിഞ്ഞ് കിടക്കുന്നത്. അവരുടെ സെക്കുലർ ജോലിയിലേക്ക്, മറ്റു വ്യത്യസ്തമായവയിലേക്ക് അവർ ഹൃദയം കൊണ്ട് മാറിയിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ഓർക്കണം, ഇങ്ങനെയുള്ളവരാരും ദൈവത്തിന്റെ വാഗ്ദത്തനാട്ടിൽ കയറുകയില്ല എന്ന സത്യം നമുക്ക് തിരിച്ചു പറഞ്ഞേ മതിയാകത്തുള്ളൂ. നമ്മൾ കണ്ടു, നമ്മുടെ ഏത് പ്രശസ്തിയും മാനവും എല്ലാം അവസാനം മരുഭൂമി, നമ്മുടെ ഈ ശ്മശാനത്തിൽ വന്ന് അവസാനിക്കും, ഈ ശവപ്പറമ്പിൽ വന്ന് അവസാനിക്കുമെന്ന് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ ലോകത്തിൽ നേടുന്ന ഏത് പെരുമയും പേരും സമ്പത്തും ആഗ്രഹങ്ങളൊക്കെ എല്ലാം നമുക്ക് അവസാനം വന്ന് ഈ ശവപ്പറമ്പിൽ വന്ന് അവസാനിക്കുമെന്ന കാര്യം മറന്നു പോകരുത്. പിശാച് നമ്മളൊക്കെ കബളിപ്പിച്ച് വശീകരിക്കാൻ ഇടയുണ്ട് എന്ന കാര്യം കൂടി ഇന്ന് രാത്രി നമ്മൾ ഓർപ്പിക്കുകയാണ്. ഈ ലോകത്ത് ഇന്ന് നിങ്ങൾ രാത്രി നേടുന്ന വചനമല്ലാതെ മറ്റൊന്ന് നമുക്ക് ഈ ആകാശത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു സത്യം നമുക്ക് ബാക്കി കിടക്കുകയാണ്. നമ്മൾ കണ്ടതാണ്, ഇസ്രായേൽക്ക് വന്നതുപോലെ ദൈവം അവരെ തള്ളിക്കളഞ്ഞു. മരുഭൂമിയിൽ ദൈവം മനഃപൂർവ്വമായിട്ട് മിസ്രൈമിനെ സ്നേഹിച്ചവരെ തള്ളി, അവരുടെ ഹൃദയം മണ്ണിൽ പൂണ്ടുപോയത് കൊണ്ട് അവർ ഓടാമ്പലൊക്കെ തകർത്ത് കളഞ്ഞ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതിലേക്ക് കടന്നു വരികയാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. യോഹന്നാൻ ലേഖനം പഠിപ്പിക്കുന്നു, 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഈ 3 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും. അപ്പോൾ ലോകവും ലോകത്തിലുള്ളതും, ലോകം എന്ന് പറഞ്ഞാൽ സിസ്റ്റം വെച്ചിരിക്കുക ലോകത്തിൽ, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഈ ലോകത്തിലുള്ളത് എന്താണെന്ന് താഴെ പറഞ്ഞു വരികയാ. ഏതൊക്കെയാ? ജഡമോഹം 1, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതിങ്ങനെ ലോകത്തിലുള്ളത് നിങ്ങൾ എല്ലാം പിതാവിൽ നിന്നല്ല, ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങൾ എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയുക. ഏതൊക്കെയാ? ലോകത്തിലുള്ളത് ജഡമോഹം, ഇത് ഒന്നും പിതാവിൽ നിന്നല്ല. ഇനി നമ്മൾ ഇതിൽ കണ്ണട്ട് പോയ ഏതിലേക്കാ? ജഡമോഹത്തിലും കൺമോഹത്തിലും ജീവനത്തിന്റെ പ്രതാപത്തിലും നമ്മുടെ ഹൃദയം പൂണ്ടുപോയാൽ, ഇസ്രായേൽ പറഞ്ഞ പോലെ ഈ വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം പഠിപ്പിച്ചതുപോലെ മണ്ണിൽ പൂണ്ടുപോയാൽ, ഹൃദയത്തിൽ പൂണ്ടുപോയാൽ, ഈ 3-ലും നമ്മുടെ ഹൃദയം പൂണ്ടുപോയാൽ, ഒരു കാര്യം ഓർക്കണം, ലോകം ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മളും ആ ലോകത്തോടു കൂടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാനിടയുണ്ട്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയാണ് ദൈവം, പിശാചിന് വേണ്ടിയാണ് ഈ നരകം ഒരുക്കി വെച്ച കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട വിഷയമാണ്. ഏതൊക്കെയാ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് ഈ 3 കൊണ്ടാണ് പിശാച് മനുഷ്യൻ എന്ന് പറഞ്ഞ ജാതികളല്ല, നമ്മൾ ക്രിസ്തീയ മക്കളെ അല്ലെങ്കിൽ ദൈവ മക്കളെയൊക്കെ ചതിക്കുന്ന ഈ 3 കാര്യങ്ങൾ: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അതുകൊണ്ട് ഈ 3 വാക്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ നമുക്ക് എന്നും ലോകം വെച്ച് നീട്ടും. നമുക്ക്
ഈ ലോകം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ 3 കാര്യങ്ങൾ വെച്ച് നീട്ടിയിരിക്കും. അത് നമ്മൾ അറിയില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നാണെന്ന്. പലപ്പോഴും ദൈവം ആയിരിക്കത്തിൽ നൽകിയത്. എൻ്റെ അനുഭവങ്ങൾ പറയാൻ പോയാൽ ഒട്ടനവധി എനിക്ക് പറയാൻ കഴിയും. 605 സഭകളുടെ നേതാവ് മരിച്ചു പോയപ്പോൾ, വലിയ സഭ, പേര് ഞാൻ പറയുന്നില്ല, വലിയ സഭയുടെ നേതാവ് മരിച്ചു പോയപ്പോൾ അന്ന് എൻ്റെ പക്കലേക്ക് ഏൽപ്പിച്ചതാ ഈ 605 സഭകളെയും. എല്ലാം 3 മാസം ഇവിടെയാണെങ്കിൽ 3 മാസം അമേരിക്കയിലായിട്ട് നടന്ന് നമ്മുടെ ജീവിതം നല്ല സുഭിക്ഷമായി നടക്കാം. അദ്ദേഹത്തിന് എൻ്റെ ഓവർ കാർ നമുക്ക് തന്നതാ. ഞാൻ പറഞ്ഞത്, അന്ന് കൺവെൻഷനിൽ പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞ് ടാറ്റ പറഞ്ഞ് സലാം പറഞ്ഞ് ഭക്ഷണം കൂടി കഴിക്കാതെ ഞാൻ അവിടെ പിരിഞ്ഞു പോയത്. കാരണം അത് എൻ്റെ മേൽ വെച്ച് നീട്ടിയ ലോകത്തിന്റെ പ്രലോഭനമായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത്, ആ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന പേരുകളും പെരുമയുള്ള ആളായി ഈ ജീവിതത്തിന്റെ പ്രതാപം പ്രാപിച്ചുകൊണ്ട് ലോകത്ത് ജീവിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിത്യജീവനിൽ ഞാൻ കാണത്തില്ല. നിങ്ങളുടെ കൂടെ ഞാൻ അവിടെ ഉണ്ടാകുകയില്ല എന്ന സത്യം തിരിച്ചറിയാൻ അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. എനിക്ക് ഒട്ടനവധി എൻ്റെ അകത്ത് ഫ്ലാറ്റ് പണിയാനുള്ള മോഹം കിടക്കുക. ഞാൻ സിവിൽ പഠിച്ചത് കൊണ്ട് ഫ്ലാറ്റ് പണിയാനുള്ള മോഹം കിടക്കുക. പൈസ ഇല്ല, അതിനുള്ള നമ്മൾ ആർത്തിയ, നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷേ ഒരിക്കൽ ചർച്ചക്കോടിന്റെ ഏറ്റവും ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ദൈവാസന്മാർ കൂടെ നിന്ന്, ചർച്ചക്കോടിന്റെ സ്ഥാപന നേതാക്കന്മാരിൽ ഒരുവൻ, ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഈ കേരളത്തിൽ സമ്പന്നന്മാർ 4ാം സ്ഥാനക്കാരൻ, അവരുടെ കൂടെ ഞങ്ങൾ 6 മാസം ഉണ്ടായിരുന്നു. അവർ നമ്മുടെ ജീവിതത്തിൽ വെച്ച് നീട്ടി 17 സെന്റ് സ്ഥലവും ആ പണിയാൾ 1 കോടി രൂപയും അന്ന് വെച്ച് നീട്ടി. അന്ന് ആ ചർച്ച ഞങ്ങൾ സലാം പറഞ്ഞ് പിടിഞ്ഞതാണ്. ഞാൻ ബൈപ്പാസിലെ ചർച്ചയിലെ പാസ്റ്ററും എൻ്റെ സഹോദരൻ, എൻ്റെ കൂടെയുള്ള ഗോപൻ, എനിക്കറിയാം അറിയാം, ഗോപൻ ബ്രദറിന് എന്താ പറയുക, നമ്മുടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ടല്ലോ, നമ്മുടെ ബീഗാടല്ലേ, വികലാണ്ടില്ല, അവിടുത്തെ ചർച്ചില് പാസ്റ്ററുമായി നിയമിച്ചു. അന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞത് ഞങ്ങൾ അവിടുന്ന്. കാരണം പിന്നീട് ഒരിക്കൽ പോലും അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടുന്ന ഈ ജീവിതത്തിലെ പ്രതാപങ്ങളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഗ്രഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ. ഇതെന്റെ കാര്യമല്ലേ, നിങ്ങളുടെ കാര്യമല്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവരാജ്യം മാത്രമാണ്, നിത്യതയാണ്. ഈ ഭൂമിയിൽ ആയുസ് ഇപ്പം അവസാനിക്കും. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്, ഒട്ടും താമസവുമില്ല. പക്ഷേ നമുക്ക് ഈ ലോകം, നമുക്ക് ഈ ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് നിമിഷവും എല്ലാ ദിവസവും പിശാച് വെച്ച് നീട്ടിയിരിക്കും ലോകം നമ്മുടെ ജീവിതത്തിലേക്ക്. അത് കാര്യം മറന്നു പോകരുത്. അത് നമുക്കൊരു പക്ഷേ പ്രൊമോഷൻ ആയിരിക്കാം. ആ പ്രൊമോഷൻ കിട്ടിയാൽ എനിക്ക് ബൈബിൾ ക്ലാസ്സിൽ വരാൻ കഴിയത്തില്ല, എനിക്ക് ആരാധന സൺഡേ പോലും വരാൻ കഴിയില്ല എങ്കിൽ അത് ദൈവം വെച്ച് നീട്ടുന്നതല്ല എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവം നമ്മളെ അനുവദിച്ചതായിരിക്കാം, അനുവദിച്ചത് ദൈവം തന്നെയാണ്. പക്ഷേ ഓർക്കണം, അത് നമ്മുടെ അകത്തെ പാപ സ്വഭാവങ്ങളെ അവൻ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണതല്ല. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമിയിൽ നടത്തത് ദൈവത്തിന് ഇസ്രായേൽ മക്കളെ ഭാവി അറിയാം, ഭൂതമറിയാം, വർത്തമാനം അറിയാം. ദൈവത്തിനൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ സർവ്വജ്ഞാനി, അവന്റെ പേര് തന്നെ സർവ്വജ്ഞാനി എന്നാ. പക്ഷേ അവർക്കറിയില്ലല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്നത്, എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നത് പലപ്പോഴും എനിക്ക് പോലും അറിയത്തില്ല. പിശാചനെ മറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് പുറത്തുവിടാൻ വേണ്ടിയാണ് 40 വർഷം മരുഭൂമിയിലിട്ട് കറക്കിക്കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അപ്പോഴെല്ലാം ലോകം വെച്ച് നീട്ടും. എന്താ പറയുക, അവർക്ക് വഴിയാത്രയിൽ വിശന്നപ്പോൾ അല്ലേ എത്ര പിറുപിറുത്തെന്നറിയാമോ? അവർക്ക് ലോകം വെച്ച് നീട്ടിയതൊക്കെ പല കാര്യങ്ങളൊക്കെ. ഞാൻ മുന്നോട്ട് കടന്നു പോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കണം. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഈ 3ഉം നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷവും അനുദിനവും പിശാച് ലോകം നമ്മുടെ ജീവിതത്തിൽ ഇടാനിടയുണ്ട് എന്നൊരു ഭയാനകമായ ഒരു വാക്യം കൂടി ഇന്ന് ഈ രാത്രി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഏത് നിമിഷവും ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ പിശാച് ഒരുക്കി വെച്ചിരിക്കുക എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. അത് എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. ഒരു പട്ടാളക്കാരെ പോലെ എപ്പോഴും ഉണർന്നു നട്ട് അല്ലെ തോക്കൊക്കെ പിടിച്ച് ഈ പട്ടാളക്കാർ ഇരിക്കുന്നത് പോലെ അവർ ഏത് നിമിഷം ഉണർന്നിരിക്കുന്ന ഈ മേഖലയാണ് ഈ ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളത് നിങ്ങൾ എല്ലാം പിതാവിൽ നിന്നുള്ളതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നത്, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിൻ അല്ലേ. നിങ്ങൾ ദാസരായി വിളിക്കപ്പെട്ടോ, ദാസരായി തുടരുവിൻ. നിങ്ങൾ സമ്പന്നനായി വിളിക്കപ്പെട്ടോ, സമ്പന്നനായി തുടരുവിൻ. നിങ്ങൾ മറ്റൊന്നും അന്വേഷിക്കാൻ നേരമില്ല, ദൈവരാജ്യം അന്വേഷിക്കണം. കാരണം മറ്റൊന്നുമില്ല, ഇതെല്ലാം ഇവിടെ അവസാനിക്കും. എത്രയോ ഭക്തന്മാർ എൻ്റെ ആത്മീയ പിതാവൊക്കെ ബഹുസമ്പന്നന്മാരായിരുന്നു. കർത്താവ് എൻ്റെ ആദ്യത്തെ ആത്മീയ പിതാവ് ഈ കണ്ടംകുളത്തി ഫാമിലി കേട്ട് കാണും നിങ്ങൾ. കണ്ടംകുളത്തി ഫാമിലി തൃശ്ശൂരിൽ ഏറ്റവും സമ്പന്നന്മാരാണ്. 8 ആൺമക്കളാണ് അവർക്ക്. 7 ആൺമക്കൾ. ആ 7 ആൺമക്കളിൽ ഒരു ആൾ മാത്രം സാംസംബത്തിൽ അദ്ദേഹം മാത്രം രക്ഷിക്കപ്പെട്ടു. പപ്പായ ഐസ്ക്രീം കേട്ട് കാണും നിങ്ങൾ. പപ്പായ ഐസ്ക്രീം അതിന്റെ MD ആണ് അദ്ദേഹം. ഹല്ലേലൂയ. അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ ആത്മീയ പിതാവ്.
നല്ല സ്നേഹമുള്ള പിതാവായിരുന്നു. ഹല്ലേലൂയ. വളരെ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമേ ഞങ്ങളുടെ ഒരു ബന്ധമുള്ളൂ. എങ്കിൽ പോലും ഞങ്ങളുടെ ഹൃദയത്തോട് പറ്റി നിൽക്കുകയാണ്, ആത്മാവോട് പറ്റി നിൽക്കുക. കാരണം അദ്ദേഹം വിശ്വാസി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ CSPയുടെ മാനേജർ, ജനറൽ മാനേജർ, വലിയ ആളായിരുന്നു. അതെല്ലാം വിട്ടുപിരിഞ്ഞു. സമ്പത്തൊക്കെ അനിയന്മാർക്ക് കൊടുത്തിട്ട് അദ്ദേഹം എല്ലാം വിട്ടുപറിഞ്ഞു. അവിടെ നിന്ന് കിട്ടിയ സമ്പത്ത് കൂടെ 3 വലിയ എമൗണ്ടാ, അത് മുഴുവൻ ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് തൃശ്ശൂർ ചെറിയ വീട്ടിൽ വാടക താമസിച്ചു. ഞാനൊന്ന് ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളായതുകൊണ്ട് ഞങ്ങളെയൊക്കെ എപ്പോഴും ചേർത്ത് പിടിക്കുമായിരുന്നു. എന്നോടൊന്നറിയാമോ, ഒന്നുമില്ലാതെ, മക്കളുമില്ല, അവർക്ക് പറയാ ഒരു സുഖം പോലും ഞങ്ങൾക്ക് വേണ്ട, മക്കൾ പോലും ഞങ്ങൾക്ക് വേണ്ട, നിത്യത കർത്താവിന്റെ വിലക്ക് തടസ്സമായി നിൽക്കുമെങ്കിൽ മക്കൾ പോലും വേണ്ടെന്ന് പറഞ്ഞ് അവരുടെ ലൈംഗിക അല്ലെങ്കിൽ പറയാ അവരുടെ ആഗ്രഹങ്ങൾ പോലും മരിപ്പിച്ച് ഒരു ആയുസ് മുഴുവൻ ജീവിച്ച ഭക്തന്മാരായിരുന്നു നല്ല പിതാക്കന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ കൂടെയൊക്കെ ജീവിക്കുവാൻ അല്പ ദിവസമേ ഉള്ളെങ്കിലും ജീവിച്ചു. കാരണം എന്നറിയാമോ, അവരുടെ സമ്പത്തും സൗഭാഗ്യമൊക്കെ വിളിച്ചറിഞ്ഞിട്ട് അവർ അന്യരും പരദേശിയുമായി ജീവിച്ചത് അവർ മറ്റൊരു ദേശം കണ്ടതുകൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. ഇതിപ്പോൾ അവസാനിക്കും. നമ്മുടെ പേരും പെരുമയും നമ്മുടെ സമ്പത്തും നമ്മുടെ മോഹങ്ങളും നമ്മുടെ സൗന്ദര്യമൊക്കെ ഇവിടെ അസ്തമിക്കാൻ പോകുകയാണ്. നാളെ നേരം വെളുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നൊരു രാത്രി പനി വന്നാൽ മതി, നേരം വെളുക്കുമ്പോൾ ഏത് രോഗമാണെന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മുടെ സമ്പത്ത് എത്ര കോടികൾ കൊടുത്താലും അത് ആ ചികിത്സ പോലും കഴിയുമെന്ന് നമുക്ക് ആർക്കും പോലും പ്രവചിക്കാൻ പോലും കഴിയത്തില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ പലതും വെച്ച് നീട്ടിയേക്കാം. വീണ്ടും ഞാൻ പറയാം, എൻ്റെ അതിനുശേഷം അദ്ദേഹം മരിച്ചു പോയ ശേഷം എൻ്റെ വീണ്ടും വന്ന ഒരു ആത്മീയ പിതാവ് മുട്ടം ഗീവർഗീസ് അറിയപ്പെടുന്ന ദിവാസ ലോകം അറിയപ്പെടുന്ന അദ്ദേഹം സമ്പത്ത് മുഴുവൻ വിട്ടിട്ട് ദരിദ്രനായി ഭൂമി ജീവിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ മക്കളൊക്കെ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ജോലി ചെയ്യുന്നവരാ. ദൈവം അവരെ അനുഗ്രഹിച്ചു. വേറെ കാര്യം അത് അവിടെ നിൽക്കട്ടെ, ഞാൻ അത് പറയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. ഇത് കൊടുക്കാനോ വിൽക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവിടെ ആയിരിക്കണം, നമ്മുടെ ആഗ്രഹം മുഴുവൻ അവിടെ ആയിരിക്കണം. മനുഷ്യൻ മരിച്ച ശേഷം ബലിയിട്ടത് കൊണ്ടോ എന്തെങ്കിലും നന്മ നേർച്ചയാഴ്ച വഴിപാട് കൊടുത്തത് കൊണ്ടൊന്നും നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ പോകത്തില്ല. ഇന്ന് അവൻ ശരീരത്തിരിക്കുമ്പോൾ ഇന്ന് അന്വേഷിക്കുന്നുവെങ്കിൽ നമുക്ക് ആ സ്വർഗീയ പരദീസിലിരിക്കാൻ കഴിയും. മനുഷ്യന് മരണമില്ല, അവൻ ആത്മാവാകുന്നു, അവൻ സ്പിരിറ്റാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ സ്വർഗീയ നമ്മുടെ ഇരിപ്പിടം, നമ്മുടെ യഥാർത്ഥ ഇരിപ്പിടം അന്വേഷിക്കണം എന്ന കാര്യം പറഞ്ഞു പോകരുത്. അതുകൊണ്ട് പിശാചിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നമ്മുടെ ജഡമോഹം നൽകി, കൺമോഹം നൽകി, ജീവിതത്തിന്റെ പ്രതാപം നൽകി, ഇങ്ങനെ ലോകത്തിലുള്ളത് നൽകി നമ്മെ ചതിച്ച് നമ്മുടെ അകത്ത് വന്ന ആ നിത്യത, ദൈവജീവൻ, ദൈവരാജ്യം തകർത്തു കളയുക എന്നൊരു ഏക ലക്ഷ്യം മാത്രമേ പിശാചിനുള്ളൂ എന്ന കാര്യം മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഈ കാര്യത്തിലായിരിക്കണം. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ആദ്യ പിതാവായ ആദത്തിന് ഹവ്വയ്ക്ക് പറ്റിപ്പോയതാ ആ വലിയ അബദ്ധം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ബൈബിൾ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ ബൈബിളൊക്കെ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? നമുക്ക് ഭവിക്കാതിരിക്കാൻ വേണ്ടി. ഒട്ടനവധി ചരിത്രങ്ങളൊക്കെ എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്? ദാവീദിന്റെയും അബ്രഹാമിന്റെയും ഈ പറഞ്ഞ നമ്മുടെ ആദത്തിന്റെയും അബ്ശലോമിന്റെ എത്ര ചരിത്രങ്ങളാണ് എത്ര എഴുതി വെച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമുക്ക് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അവർക്ക് സംഭവിച്ച് അവരുടെ ജീവിതം ഒട്ടനവധി കറക്കേണ്ടി വന്നു. അവർക്ക് ജീവിതം ദൈവത്തിന് യഥാർത്ഥമായി ഫലം കൊടുക്കാൻ കഴിയേണ്ടി വന്നില്ല. അവസരം നല്ല ആയുസ്സും നല്ല ആരോഗ്യമൊക്കെ വഴിയാത്രയിൽ കറങ്ങി തീർക്കേണ്ടി വന്നു ഒട്ടനവധി ആൾക്കാർക്കും. അതൊക്കെ നമുക്ക് ഭവിപ്പാതിരിക്കാൻ വേണ്ടിയാണ്. അതൊക്കെ കണ്ടിട്ട് പാപത്തെ അല്ലെങ്കിൽ അതെല്ലാം വിട്ടുതിരിഞ്ഞ് നമ്മൾ യഥാർത്ഥമായി ക്രിസ്തുവിനെ സേവിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പണ്ട് ഞാൻ എവിടെയോ വായിച്ചത് മറന്നുപോയിട്ട് ഞാൻ ചിന്തയിൽ ഓർക്കുക, ഒരു ഭക്തൻ, ബൈബിള് ഇതിലെ വാക്കാണ്, സദൃശഭക്തിയിലെ വാക്കാണ്, അനർത്ഥം കണ്ട് ഒരു നീതിമാൻ ഓടി ഒളിക്കും അല്ലേ? അനർത്ഥം കണ്ട് നീതിമാൻ ഓടി ഒളിക്കും. ഹല്ലേലൂയ. ചില വിശ്വാസികൾക്ക് 2 കൊണ്ടാലേ പഠിക്കത്തുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ നമുക്കല്ലേ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാനൊക്കെ ഉൾപ്പെടാത്ത ആൾക്കാരാണ്. ചില കൊണ്ടാലേ പഠിക്കത്തില്ല. ചിലത് ഒന്നാമത്തെ കാര്യം എത്ര കൊണ്ടാലും പഠിക്കത്തില്ല. ചില ആൾക്കാർ എത്ര ജീവിതത്തിൽ അനർത്ഥങ്ങൾ വന്നു, അപകടങ്ങൾ വന്നു, ജീവിതത്തിൽ ദൈവം കൈവിട്ട് നോക്കി, തല്ലി നോക്കി, സ്നേഹിച്ച് നോക്കി, അല്ലെ, തന്നു നോക്കി, എടുത്തു നോക്കിയിട്ട് പോലും മനസ്സിലാകാത്ത എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാമോ? ചില ആൾക്കാർക്ക് കൊടുത്ത് അടി കണ്ടിട്ടും, ചില അടി കൊണ്ട് ഒരു പ്രാവശ്യം അടി കൊണ്ടാൽ മാത്രമേ ചിലർ പഠിക്കത്തുള്ളൂ അല്ലേ? അങ്ങനെ ആൾക്കാരും ഉണ്ട്. പക്ഷേ ഒരു നല്ലൊരു ഭക്തൻ എന്ന് പറഞ്ഞാൽ, ഹിസ്റ്ററിയിലൊക്കെ ചരിത്രമുണ്ട്, നല്ല ബൈബിളിലെ വാക്ക് ഞാൻ പറഞ്ഞത്, നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അനർത്ഥം കണ്ട് ഓടി ഒളിക്കുക. അല്ലല്ലോ, അനർത്ഥം കണ്ട് ഞാൻ ഇങ്ങനെ പോയാൽ, ഞാൻ ഇതുവഴി പോയാൽ നേരെ കുഴി പോയി ചാടുമെന്ന് അവൻ മുന്നമേ അറിഞ്ഞ്, മറ്റേത് കുഴി പോയി നോക്കി മഴ ഉണ്ടോ കാലൊക്കെ വെച്ച് നോക്കി അല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, ഇതല്ല. അനർത്ഥം കണ്ട് വരാനെനിക്ക് അനർത്ഥം കണ്ട് കർത്താവ് വരുമെന്ന് കണ്ടു അല്ലെ? നമുക്ക് ഈ ആയുസ്സിൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകത്തില്ല. നമ്മൾ ആയുസ് തന്നിരിക്കുന്നത് ഇവിടെ വെച്ച് സ്വർഗത്തിൽ സമ്പാദിക്കാൻ വേണ്ടിയാണ് ഈ ആരോഗ്യം തന്നിരിക്കുന്നത്.
ഈ സമ്പത്ത് നൽകിയിരിക്കുന്നത്, നമ്മുടെ സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നത് സ്വർഗത്തിൽ സംഭവിക്കാൻ വേണ്ടിയാ. ഇന്ന് പിശാചിൽ തെറ്റിച്ച് നമുക്ക് വേണ്ടി മാറ്റിക്കളഞ്ഞു. അയ്യോ, എത്ര ഭയാനകമാണെന്നറിയാമോ? നിങ്ങൾക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും കുഴപ്പമില്ല, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തുമാകട്ടെ, നമ്മൾ അനർത്ഥം കണ്ട് ഓടിയോടിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടി കൊണ്ടിട്ടും പഠിക്കാത്ത, ഇനി ഒരടി കൊണ്ടേ പഠിക്കുമെങ്കിലും അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ ഉള്ള കാര്യം പറയാം, നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്. നമുക്ക് കർത്താവ് പറഞ്ഞ വാക്കുകളൊക്കെ സത്യയോടെ നോക്കുക. ഞാൻ അടുത്തത്, ആദമൊക്കെ ഒരുപാട് തെറ്റുപറ്റിപ്പോയി. തിന്മാൻ നല്ലത്, കാൺമാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യമെന്ന് നമ്മൾ പഠിച്ചതാണ്. ആദത്തിനും ഹവ്വയ്ക്ക് പറ്റിപ്പോയ ഇതേ പാപം തന്നെയാണ് അവരുടെ മുമ്പിലും പിശാച് ഇറക്കി വെച്ചത്. പിശാച് അവരുടെ മുമ്പിലേക്ക് ഇറക്കി വെച്ചത് നമ്മൾ പഠിച്ചതാണ്, കാൺമാൻ നല്ലത് അല്ലേ. ചില സമയങ്ങളിൽ പിശാച് എല്ലാ ദിവസവും കാണുന്നതായിരിക്കും, പക്ഷേ ചില ദിവസങ്ങളിൽ മാത്രം അതിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അല്ലേ അവർക്ക് ഇത് കൊള്ളാലോ, ഭംഗിയാണല്ലോ അല്ലേ. ഉണ്ടല്ലേ അല്ലേ അല്ലേ. നമ്മുടെ ഭാര്യയാണെങ്കിലും ഭർത്താവിനെയാണെങ്കിലും എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലേ. പക്ഷെ ചില ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് സൗന്ദര്യമുള്ളതൊക്കെ കാണുന്നത് അല്ലേ. അതുപോലെ ലോകത്തിൽ ഏത് കാര്യമാകട്ടെ, ഒരു ഷർട്ട് പോകുമ്പോൾ കടയിൽ കാണുന്ന ഷർട്ടുകളോ പാൻറ്റുകളോ ചുരിദാറുകളോ, ഇനി ചുരിദാറും വിടുന്നില്ല അല്ലേ, ഇരിക്കട്ടെ, ചുരിദാറുകൾ കാണുമ്പോൾ എല്ലാ ദിവസവും കണ്ടുപോകുന്ന, പക്ഷേ ചില സമയങ്ങളിൽ പിശാച് നമ്മുടെ അകത്ത് ആ മോഹം ഉരുവാക്കുമ്പോഴാണ് നമ്മുടെ അകത്ത് ആ കൺമോഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. അത് കണ്ണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ 5 ഡോറുകൾ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക് അല്ലെ, ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ ഡോറുകളാ. അതുവഴിയാണ് ആ മോഹങ്ങളും അല്ലെങ്കിൽ എല്ലാം അകത്തേക്ക് കടന്നു പോകുന്നത്. അകത്തേക്ക് കയറിയാൽ അത് അതിന്റെ പ്രവൃത്തി ചെയ്തിരിക്കും നമ്മൾ അത്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തിന് പറ്റിയത് പോയ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം എഴുതി വെച്ചത്. ഹല്ലേലൂയ. മുന്നോട്ട് കടന്നു പോകുന്നത് നമ്മൾ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. യാക്കോബ് 1:15 പറഞ്ഞു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, 7000 വർഷം മാത്രം ആയുസ്സേയുള്ളൂ ഈ ഭൂമിക്ക്. ഇതിനപ്പുറം ഒരു ലോകമുണ്ട് നമുക്ക്. ഏത് മനുഷ്യനും മരണമില്ലാത്ത ലോകത്തിലേക്ക് കടന്നുപോയേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ആ ജീവകിരീടം പ്രാപിക്കുവാൻ നമ്മുടെ മുമ്പിൽ ഒരു പരീക്ഷ ദൈവം വെച്ചിട്ടുണ്ട്. പരിശോധനകൾ അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ നീറ്റിന് എക്സാം വന്നു, റിസൾട്ട് വന്നു, എക്കത്തിനും എല്ലാ നല്ല പിള്ളേർക്കും 720 മാർക്കുകളൊക്കെയാണ്. അവർ ആ പരീക്ഷ മുൻകൂട്ടി കണ്ട് ചോദ്യങ്ങൾ ഏത് വഴി കൂടി വരുന്നൊക്കെ അവർ കണ്ട് അല്ലേ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അവർ തിരിച്ചും മറിച്ചും ഏത് വഴി കൂടെയൊക്കെ വരുമെന്ന് കണ്ട് അവർ പഠിച്ചത് കൊണ്ടാണ് 720-ൽ 720 കിട്ടിയത് അവർക്ക്. പഠിക്കാത്ത പിള്ളേർ, കടന്നുറങ്ങിയ പിള്ളേർക്കൊക്കെ അല്ലെ മട്ടപ്പൂജയും എല്ലാം കിട്ടിയ ആൾക്കാരും ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അറിയാമോ, ഏത് വഴി കൂടി ചോദ്യങ്ങൾ വളച്ചിട്ടാലും തിരിച്ചിട്ടാലും അത് നമ്മൾ കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പരിശോധനകൾ നൽകും, പരീക്ഷകൾ നൽകും. നമ്മെ തകർക്കുവാനോ നമ്മോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അത്. ഹല്ലേലൂയ. നമ്മുടെ അകത്തുള്ള കുറവുകളെ പുറത്തിടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകൾ പുറത്തിടാൻ വേണ്ടിയാ. പുറത്തു വരുമ്പോൾ ആ ബലഹീനതയെ പ്രശംസിച്ചേക്കരുത്. ബലഹീന പറഞ്ഞ മാതിരി അല്ലെ അത് കിടന്ന് ഉരുണ്ട് പിഴിഞ്ഞ് പന്നിക്കുഞ്ഞിനെ പോലെ അവിടെ ചെളിക്കിടന്ന് ഒടുകയല്ല. കർത്താവ് ഇങ്ങനെ ഒരു കുറവ് എനിക്കുണ്ട്, എന്നെ സൗഖ്യമാക്കണം എന്ന് പറയണം. ഹല്ലേലൂയ. ഇതിനു വേണ്ടി പരീക്ഷകൾ നമ്മുടെ ജീവിതകാലം മുഴുവനും അതുണ്ട്. അതില്ലെങ്കിൽ നമ്മൾ ദൈവമക്കളല്ല അല്ലേ. ഇങ്ങനെ സുഖമായി പോകുന്നു, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ കാറ് അല്ലേ. സൺഡേ വന്ന് ഞാൻ ഇങ്ങനെ വന്നു നോക്കാന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ ഓർത്താൽ മതി, നമ്മൾ രക്ഷിക്കപ്പെട്ടോ എന്നുള്ള കാര്യം അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് ഒന്ന് പരിശോധിക്കേണ്ടി വരും. കാരണം ദൈവത്തിന് നമ്മെ ഇവിടെ ഇടാനല്ല ആഗ്രഹിക്കുന്നത്, നമ്മെ അവിടെ കൊണ്ടുപോകാനാണ്. ഹല്ലേലൂയ. ഇവിടെ നന്മകൾ നൽകി നിന്നെ പേരും പെരുമയും നൽകി വിടാൻ വേണ്ടിയല്ല. ഒരുപക്ഷെ പേരും പെരുമയും ഒന്നുമില്ലെങ്കിലും ദരിദ്രനായി ലാസറിനെ പോലെ ഇട്ടാലും ആ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതായിരിക്കും. അതുകൊണ്ട് പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറക്കി വിടുന്നത്. ഓരോ ദിവസം പരീക്ഷകളുണ്ട്. അതിൻ്റെയൊക്കെ ചിലപ്പോൾ പരീക്ഷ ഹാളില് ടീച്ചറായി വരുന്ന നമ്മുടെ ഭാര്യ ആയിരിക്കാം, നമ്മുടെ ഭർത്താവ് ആയിരിക്കാം അല്ലെ. പരീക്ഷകനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അല്ലെ. പലരിലൂടെയും പല ആൾക്കാരിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് പരീക്ഷകനെ ഇറക്കി വിടുന്നത്. കണ്ണക്കുരുട്ടി കാണിക്കും, പേടിക്കൊന്നും വേണ്ട, വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ നമ്മളെ എത്തിക്കേണ്ടത് എത്തിച്ചിരിക്കും. അതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അല്പം ചിന്തിച്ചതാ പറഞ്ഞു പോകുക. ദോഷങ്ങളാൽ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. കാരണം ഈ വിഷയം വാക്യം ഒരുപാട് കോംപ്ലിക്കേഷനുള്ള വാക്കാണ്. ദൈവം ഒരിക്കലും പാപത്തിലേക്ക് എന്നെ നയിക്കത്തില്ല. ഞാൻ പറയാം, ഒരു ലൈംഗികാശുദ്ധിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ കൂടി അതുപോലത്തെ ഒരു സ്ത്രീയെ കടത്തിവിട്ട് ഇവന്റെ അകത്ത് പാപം പൊക്കിയെടുക്കുന്ന സ്വഭാവം ദോഷങ്ങളാൽ അങ്ങനെ കർത്താവ് ഒരിക്കലും ചെയ്യത്തില്ല. ഒരു ധനമോഹമുള്ളവനെ ഒരു പണം കൊണ്ട് കുറെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് കർത്താവ് അവനെ പരീക്ഷിക്കില്ല. കാരണം അത് ദൈവത്തിന്റെ പ്രവൃത്തി അല്ല. അത്
ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കില്ല എന്ന കാര്യം ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. കാരണം വചനം പറയുക, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. അല്ലേ? ഇത് ഈ പരീക്ഷ വേറെ പരീക്ഷയാണ്. പരീക്ഷ എല്ലാവർക്കുമുണ്ട്. 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ് ജയിക്കണമെങ്കിൽ ടെസ്റ്റ് പേപ്പർ ഉണ്ട്, അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അല്ലേ? ക്വസ്റ്റ്യൻ ഉണ്ട്, പരീക്ഷയുണ്ട്. അത് സ്കൂളിലുള്ളത് പോലെ തന്നെ നമുക്കുമുണ്ട്. ദൈവം എല്ലാവരെയും പരിശോധിക്കും. 1-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല 10-ാം ക്ലാസ്സിലെ പിള്ളേർക്ക് കൊടുക്കുന്നതാണോ? അല്ല. പറ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. ഇല്ല. സൂര്യൻ എവിടെയാണ്, വ്യാസം എന്താണെന്നൊക്കെ പറഞ്ഞ് അല്ലെ പയ്യാർ സ്കോറൊക്കെ ചോദിച്ചിട്ടൊക്കെ കൊടുക്കുന്നത്. കാരണം ഗ്രേഡ് കൂടി. അപ്പൊ നമുക്ക് ഇതുപോലെ അടിയുടെ അല്ലെ, നമുക്ക് ഇതുപോലെ നമ്മുടെ കഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തേക്ക് വരുന്ന പരിശോധനകൾ കട്ടിക്കൂടിയതാണെങ്കിൽ ഓർത്താൽ മതി, നിങ്ങൾ ജയിച്ചേച്ചാൽ മുന്നോട്ട് പോകുക. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ആ പരീക്ഷ ഏത് ഭക്തന്റെ ജീവിതത്തിലും ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഓർത്താ മതി, നമ്മുടെ രക്ഷയെ ഒന്ന് ഓർക്കണം. നമുക്ക് അല്ലെങ്കിൽ ഒന്നിലേക്ക് വീണ് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും രക്ഷ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ രക്ഷപ്പെട്ടതാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തർ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു, അല്ലേ? ഇതൊക്കെ ഈ ഒരു മോഹം വരുന്നത് നമ്മുടെ ദൈവം അങ്ങനത്തെ പരീക്ഷ നൽകുകയല്ല, എൻ്റെ അകത്തുള്ള മോഹം പൊങ്ങി വരികയാണ്. എന്തെങ്കിലും വസ്തു കാണുമ്പോൾ, സമ്പത്ത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ, ഇതൊക്കെ നമ്മുടെ അകത്തുനിന്ന് ആ മോഹം പൊങ്ങി വരുന്നത്. ദൈവമല്ല പരീക്ഷ നൽകുന്നത്. എൻ്റെ അകത്തുള്ള മോഹങ്ങൾ, അത് ഏത് അശുദ്ധിയാണോ അതെല്ലാം അത് കാണുമ്പോൾ എൻ്റെ അകത്തുനിന്ന് പൊങ്ങി വരികയാണ്. അത് ഓരോ വ്യക്തിനകത്തുമുണ്ട്. നമ്മളെല്ലാം ആദമിന്റെ മക്കളാ. ആണോ? ഞാൻ PS കോവിഡ് മോനെന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക്. ഞാൻ ആദമിന്റെ മകനാ. എൻ്റെ അച്ഛനും ആദമിന്റെ മകനാ. എൻ്റെ അച്ഛൻ ശിവരാമനും ആദത്തെ മകനാ. അതിന്റെ മുകളിൽ എനിക്ക് അറിയത്തില്ല, അല്ലേ? നമ്മളെല്ലാം ആദമിന്റെ സ്വഭാവ പ്രകൃതമുള്ളവരാ, പാപപ്രകൃതമുള്ളവരാ നമ്മളെല്ലാവരും. അപ്പൊ അതുകൊണ്ട് ആ മോഹങ്ങൾ അകത്ത് കിടക്കുക നമ്മളെല്ലാവരും. അങ്ങനെ ആരും അഹങ്കരിക്കരുതേ. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. ഏത് നിമിഷവും നമുക്ക് വശീകരിക്കപ്പെടാനിടയുണ്ട്. കാരണം അകത്തു കിടക്കുക സാധനം. ഹല്ലേലൂയ. സോഫ്റ്റ്വെയർ പിശാച് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച പോലെ ഇവിടെ കിടക്കുകയാ. പുറത്തുനിന്ന് ഇങ്ങനെ മൗസ് വെച്ചിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അവന്. ഹല്ലേലൂയ. പറഞ്ഞ മനസ്സാവുണ്ടോ? ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പോവുക. ദൈവം ദോഷങ്ങളായി പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. ദൈവം അങ്ങനെ വീഴാത്തവനാണ്. അതുപോലെ തന്നെ അവൻ ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തർ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. നമ്മുടെ ഹൃദയത്തിലെ മോഹങ്ങളാ. നമ്മുടെ അകത്ത് ഈ സാധനം കിടക്കുക. എന്നിട്ട് പറയുക, മോഹം എന്ത് ചെയ്യുന്നറിയാമോ? പതിയെ ഗർഭം ധരിക്കും. എന്തെങ്കിലും വസ്തുവിനോട്, ഞാൻ പണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വാഹനങ്ങളുടെ ഒരു പ്രിയമായിരുന്നു. ഒരു പ്രത്യേക വാഹനം കാണുമ്പോൾ അതിനോടൊരു പ്രിയം. അത് ഒരു ദിവസം ഒന്ന് കണ്ട് 2 ദിവസം പിന്നെ ആ വണ്ടിയുടെ പുറകെ തന്നെ പോകും. റോട്ടിൽ കൂടി പോകുമ്പോൾ വണ്ടി കണ്ടാൽ, അല്ലേ, വേഗത്തിൽ പോകേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പോലും ആ വണ്ടിയുടെ പുറകെ പോകും. ആ വണ്ടി ടയർ കൊള്ളാം, അല്ല അതിൻ്റെ ലൈറ്റ് കൊള്ളാം. എൻ്റെ അസുഖമാണ് പറഞ്ഞിട്ട്, എൻ്റെ ഉണ്ടായാലും അസുഖം പറഞ്ഞു, ഇപ്പൊ അസുഖം പോയി. കണ്ട ആ വണ്ടിയിലെ ആ സൈഡ് കവർ അത് കൊള്ളാം. ഇത് പറഞ്ഞ് നമ്മൾ ഈ വണ്ടി പോകുമ്പോൾ നോക്കിക്കൊണ്ട് പോവുക. അപ്പൊ അകത്ത് ഈ മോഹങ്ങൾ വർദ്ധിക്കുകയാ. മോഹം ഗർഭം ധരിക്കുകയാ, അല്ലേ? കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിടിച്ചാൽ നിൽക്കാതെ വരുമ്പോൾ എവിടെയും പോയി ലോൺ എടുത്താലും കുഴപ്പമില്ല, കൂട്ടുപലിശ കൊടുത്താലും കുഴപ്പമില്ല, ആ വണ്ടി വാങ്ങിയിരിക്കും. പേടിക്കണ്ട, എൻ്റെ അസുഖമായിരുന്നു. അത് പടരൂല, പേടിക്കൊന്നും വേണ്ട. കൊറോണ പോലെ ഒന്നും പടരത്തില്ലത്. അപ്പോൾ ഈ ഓരോ ദിവസം കാണുന്ന മോഹങ്ങളെ അപ്പോൾ തന്നെ അതിനെ കൊല്ലുവാൻ, അല്ലെ, അതിനെ മോഹങ്ങളെ കൊല്ലുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് വളർന്ന് വന്നിട്ട് ഗർഭം ധരിച്ചിട്ട് ഒരു ദിവസം 9-ാം മാസം 9 ദിവസം 9 വിനാഴി കഴിയുമ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞു ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ ആ പാപം പുറത്തു വന്നിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. എന്താ പറയാ? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഹല്ലേലൂയ. ആ പാപം ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, അതിന് ഒന്നേയുള്ളൂ, പാപത്തിന് ശമ്പളം മരണമാണ്. പാപം ഒഴുത്തിട്ട് മരണത്തെ പേറുന്നു, അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ, എന്താ? വഞ്ചിക്കപ്പെടരുത്. ഈ വാക്ക് നിങ്ങൾ എപ്പോഴും കാണാം. ബൈബിളിലെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന വാക്ക, വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. ഞാൻ മുൻകൂട്ടി പറയുന്നൊക്കെ ഈ വാക്കുകൾ എന്തുകൊണ്ടെന്ന് അറിയാമോ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ഇതെല്ലാം നമുക്ക് ഭവിപ്പാനിടയുണ്ട്. നമ്മളിവിടെ അറിയില്ല. ഇപ്പോൾ നമ്മൾ വീണ് പോയോ വീണില്ലയോ നമുക്കിപ്പോൾ അറിയാൻ കഴിയത്തില്ല. ഇപ്പൊ നമ്മൾക്ക് പലപ്പോഴും നമ്മളിങ്ങനെ പോകുക, സൺഡേ വരുന്നുണ്ട്, അന്യഭാഷയുണ്ട്, ബാക്കി 6 ദിവസം അന്യായ ഭാഷയൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്.
സൂക്ഷിക്കുക. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ ഫലം, ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആത്മാവിന്റെ ഫലം, ലക്ഷ്യം മുഴുവനും അതായിരിക്കും. പരിശുദ്ധാത്മാവ് ഒന്നേ നമ്മോട് പറയാനുള്ളൂ. ഏതാ പറയാനുള്ളത്? പരിശുദ്ധാത്മാവിന്റെ ജോലി എന്നറിയാമോ? പുത്രനെ കുറിച്ച്, നീതിയെക്കുറിച്ച് നമ്മോട് പറയാൻ വേണ്ടിയാ. പാപത്തെക്കുറിച്ച് മാത്രമല്ല, നീതിയെക്കുറിച്ച്, പുത്രനെ കുറിച്ച്, ദൈവപുത്രനെ കുറിച്ച് എന്നോട് എപ്പോഴും പറയുവാനാണ് പരിശുദ്ധാത്മാവിന് ഇഷ്ടം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നമ്മുടെ മിനിസ്ട്രിയിലാവട്ടെ, കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഏത് മിനിസ്ട്രി ആണെങ്കിലും പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകും. ഞാൻ സത്യം പറയാം, ദൈവപുത്രന്, നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കുന്ന മിനിസ്ട്രി ആണോ ഈ ബൈബിൾ പ്രസംഗം, ഇന്നത്തെ ബൈബിൾ ടീച്ചിങ് ക്ലാസ് എൻ്റെ കർത്താവിന് മഹത്വം കൊടുക്കുന്നതാണോ? പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകും. അതല്ല എൻ്റെ കഴിവുകൾ, എൻ്റെ കൃപാവരങ്ങൾ പ്രദർശിക്കാൻ വേണ്ടിയാണോ? മറ്റൊരാത്മാവ് കൂടെ ഉണ്ടായിരിക്കും. ഇതാ ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. എന്തുമാകട്ടെ, സമയം പോകുന്നു. മോഹം ഗർഭധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെടുന്നു. എൻ്റെ സഹോദരൻ, പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് നമ്മുടെ അകത്താണ് ഇത് മുഴുവൻ കിടക്കുന്നത്. അങ്ങനെയല്ലേ? നമ്മൾ ലോകത്തെക്കുറിച്ച് പഠിച്ചു വരികയാണ്. കൺമോഹൻ ജഡമോഹത്തിലേക്ക് കടന്നു വരികയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു പോകുകയാണ്. മത്തായി 15:19, വായ്ക്കകത്ത് കടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട്, വായിച്ചോ, മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ? അല്ലേ? അല്ലേ? പന്നിനെ കഴിച്ച കർത്താവ് പിണങ്ങുമായിരിക്കുമോ എന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമല്ലേ? നെയ്മീന് ചെതമ്പലില്ല, ചെതമ്പില്ലാതെ കഴിക്കാൻ പാടില്ല. പക്ഷെ നെയ്മീൻ്റെ കഷ്ണം കണ്ടാൽ മതി, ഇവിടെ വായിൽ വെള്ളം വരും നമുക്ക്. അപ്പൊ ഇത് കഴിക്കാമോ? അല്ലേ? അതൊക്കെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ കഴിച്ചാലും നാളെ നേരം വെളുക്ക് മറപ്പുര പോകും, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാ പ്രശ്നം, എന്ത് കഴിക്കും എന്ത് കുടിക്കുന്നതൊന്നും പ്രശ്നമൊന്നുമല്ല. ഇവിടുത്തെ കർത്താവിന് കുഴപ്പമൊന്നുമില്ല. ഒരു മോഹം തോന്നി, കഴിച്ചോ പന്നീനെ, ഞാൻ പന്നീന്ന് വിളിച്ചതല്ല കേട്ടോ, അല്ലേ? എന്ത് നമുക്ക് ഇഷ്ടമുള്ള കഴിച്ചത് നമുക്ക് ഒരു കുഴപ്പമില്ല. നാളെ നേരം വെളുക്കുമ്പോൾ മറപ്പിരി പോകും, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ആൾക്കാർ മറ്റെന്തൊക്കെ വെച്ച് ഡോക്ടർമാരെ പോയില്ലെങ്കിൽ അത് കളഞ്ഞോളും, ഡോക്ടർമാർ കളഞ്ഞോളും. എന്തുവാണ്? അടുത്ത 18-ാം വാക്യം പറയാ, വായിൽ നിന്ന് പുറപ്പെടുന്നതോ, ഇതാണ് പ്രശ്നം. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. പണ്ട് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. മനുഷ്യന്റെ തൃത്വത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇതൊക്കെ ആഴമായി നമ്മൾ ചിന്തിച്ചതാണ്. നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞത്, ഹൃദയത്തിൽ നിന്ന്, ഹൃദയവും വായും തമ്മിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. അതിനിടയിലാ മനസ്സുള്ളത്. ഓർമ്മയുണ്ടല്ലോ? ഇവിടെ പറയുന്നു, വായിൽ നിന്ന് പുറപ്പെടുന്നത് എവിടെ നിന്നാണ് വരുന്നത്? ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. ആ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഇന്റർനെറ്റ് പോലെ കിടക്കുക. ഈ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ ആ ഗൂഗിളിൽ എന്താ കിട്ടാത്തത്? അപ്പനും അമ്മയും ഒഴിച്ച് എല്ലാം കിട്ടും. ഇപ്പൊ അപ്പനും അമ്മേനെയും കിട്ടും, പടക്ക് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും അപ്പനമ്മയെ എല്ലാത്തിനും ഇപ്പൊ ഇതിൽ നോക്കി, ഈ ഗൂഗിൾ നോക്കി, അത്രയും വിശാലമാണ്, അല്ലേ? ഈ ഭൂമി മുഴുവനും വിശാലമായിരിക്കുന്നത് അത്രയും വലിയ വിശാലമാണ് ഈ ഗൂഗിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദേഹിയും നമ്മുടെ ഹൃദയവും. അതിനകത്ത് എത്ര വേണമെങ്കിലും ഒരു ലഗ്യോനല്ല, അല്ലേ? എത്ര ലഗ്യോൻ വേണമെങ്കിലാ? 1000, വായി വേറെ വരുന്നില്ല, 1000 ലഗ്യോന്മാർക്ക്, ഒരു കോടിക്കണക്കല്ലേ, ഇഷ്ടംപോലെ ഭൂതങ്ങൾക്ക് വസിക്കുവാനും അവിടെ സ്ഥലമുണ്ട്. അത്രയും വിശാലമാണ് നമ്മുടെ സോള്, ഹൃദയം. ആ ഹൃദയത്തിനകത്താണ്, അതാണ് യഥാർത്ഥമായ മനുഷ്യൻ, അല്ലേ? നമുക്ക് പഠിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ, സോൾ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗമായ ഹൃദയം, ആ ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ വായിലേക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ ഹൃദയമാണ് ഒരു മനുഷ്യന്റെ സെൻട്രൽ ഭാഗമെങ്കിൽ അതിനകത്ത് എന്താ കിടക്കുന്നറിയാമോ? അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. വായിൽ കൂടി വരുന്ന വാക്കുകൾ വെറുതെ ഉണ്ടാക്കി പറയാം നമ്മളൊക്കെ, അല്ലേ? നമുക്ക് ഇഷ്ടം പോലെ അറിയാം. സൺഡേക്ക് നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ പ്രൈസ് ലോർഡ് ഒക്കെ പറയും. പക്ഷെ റോഡിൽ കൂടി കണ്ടാൽ നമ്മൾ മിണ്ടത്ത് പോലും ഇല്ല നമ്മുടെ സഹോദരന്മാരെ. അപ്പൊ നമുക്ക് അഭിനയിക്കാം, നമുക്കൊക്കെ ശരി. ഞാൻ അതല്ല, യഥാർത്ഥമായ കാര്യം പറയുക. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെയെന്നാൽ ദുഷ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ എവിടെന്നാ വരുന്നത്? ഹൃദയത്തിൽ നിന്ന്. അപ്പോൾ നമ്മുടെ മോഹങ്ങളൊക്കെ, നമ്മൾ പാപത്തിൽ വീഴുന്നത് രഹസ്യമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന ഈ വക കാര്യങ്ങളാ. അത് പറയാൻ വേണ്ടി നിന്നതല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുക. ഇതൊക്കെ നമ്മുടെ അകത്ത് കിടക്കുക എന്ന കാര്യം മറന്നു പോകരുത്. സഭാപ്രസംഗി 7:29 സഭാപ്രസംഗി 7:29 പറയുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അല്ലെ? അവനോ അനേക സൂത്രങ്ങൾ, സ്തോത്രമല്ല,
ആ സൂത്രങ്ങൾ തേടിപ്പോയി മനുഷ്യൻ, അല്ലേ? ആദത്തെ ദൈവം നേരുള്ളവനായി, ഹൃദയം നല്ല നിർമ്മലമായിരുന്നു. പക്ഷേ പാപം ചെയ്ത ശേഷം അവൻ അനേക സൂത്രങ്ങൾ തേടിപ്പോയെന്ന വചനം എഴുതി വെച്ചിരിക്കുന്നത്. ആ സൂത്രങ്ങളിൽ പെട്ട സാധനങ്ങളാണ് ഏത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അകത്ത് കിടക്കുകയാണ് മനുഷ്യന്റെ അകത്ത്. ആ ആദം എന്ന് പറയുന്ന പടുവൃക്ഷത്തിൽ ജനിച്ച ഫലങ്ങളാണ് നമ്മളെല്ലാവരും. ജന്മനാ നമ്മൾ പാപികളായിട്ട് ജനിക്കുന്നത്. ജന്മപാപത്തെക്കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും അതിനെ കുറിച്ചൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ അകത്ത് കിടക്കുന്നു. ഇതൊക്കെയാണ് നമ്മളെ വശീകരിക്കുവാൻ ഇടയുള്ളത്. ലോകം നമ്മെ വശീകരിക്കുന്നത് മെയിൻ കാര്യം നമ്മുടെ അകത്ത് കിടക്കുന്ന ആ ദുഷ്ടതകൾ മേലാണ്. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് ഇതത്രേ, കഴുകാത്ത കൈകൊണ്ട് കഴിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. 1 Corinthians 10:13 മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം തരുന്ന പരീക്ഷയാണെങ്കിൽ അത് ഒരു പരിമിതിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു സാധാ എന്താ പറയുക, എട്ടും പൊട്ടും തിരിയാത്ത ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അത് അത്ര അറിയത്തുള്ളൂ, അല്ലേ? ആൾക്കാരോട് സംസാരിക്കാൻ അറിയത്തില്ല, അല്ലേ? എന്തെങ്കിലും കണ്ടാൽ കൈയും കാലും വിറക്കും, ഒരു ബസ്സിൽ കയറാൻ അറിയത്തില്ല. ഗ്രാമങ്ങളിൽ ജനിച്ചു വളർന്ന വ്യക്തികൾ അങ്ങനെയായിരിക്കും. അപ്പോൾ ദൈവം അവന് കൊടുക്കുന്ന അവൻ ദൈവം രക്ഷിക്കപ്പെട്ട് ദൈവമകനായാൽ ദൈവം അവന് കൊടുക്കുന്ന പരിശോധനകളൊക്കെ ചെറിയതായിരിക്കും. ഹല്ലേലൂയ. അവനെ തകർക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാ പറയുന്നത്. നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമായ പരീക്ഷകൾ തരത്തില്ല ദൈവം. അതുകൊണ്ട് എടുത്തു പറയുന്നത് ദൈവം വിശ്വസ്തൻ. നമ്മൾ ആ വാക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വന്നു, ജോലി നഷ്ടമായി, അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ ശമ്പളം കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് രോഗം വരുന്നു, നമ്മൾ ഭയന്നു പോകും. കർത്താവേ, എന്നോട് മാത്രം എന്തിനാണ് ഈ പാര വെച്ചതൊക്കെ പറഞ്ഞ് നമുക്ക് കരയാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മാത്രം അത് ഇങ്ങനെ, മറ്റാർക്കും ഇങ്ങനെ ഇല്ലെന്നൊക്കെ പറയുമ്പോൾ തൊട്ടപ്പുറത്ത് എഴുതി വെച്ചിരിക്കുക, നിങ്ങളുടെ ഇടയിലുള്ള ഒരു വാക്യമുണ്ടല്ലോ, ഇതുപോലെ ആ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരെ കുറിച്ചൊരു വാക്ക് പത്രോസിലെ നല്ലൊരു വാക്കാ, ഓടി വരുന്നില്ല മനസ്സിലേക്ക്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ സഹോദരന്മാരും ഇങ്ങനെ തന്നെ ഇതിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. വായിച്ചുള്ള നിങ്ങൾ എവിടെയുണ്ട്? ഞാൻ വിട്ടുപോയി, ഓർമ്മ വരുന്നില്ല. അപ്പൊ എന്തുമാകട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ദൈവം നമുക്ക് പരീക്ഷ നൽകുമ്പോൾ, പരിശോധന നൽകുമ്പോൾ അതിന് ലിമിറ്റുണ്ട്, അല്ലെ? പറഞ്ഞ മനസ്സാവും. എന്നിട്ട് പറയുക, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നത് പരീക്ഷയുടെ കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കി തരും. ദൈവം വിശ്വസ്തൻ തന്നെയാ, ഒരു മാറ്റവുമില്ല. അവൻ നമുക്കൊരു പരിശോധന നൽകിയാൽ അതിന് അപ്പുറത്തേക്ക് കണ്ടിട്ടാണ് ദൈവം നമുക്ക് തരുന്നത്. എന്നെ കൊണ്ട് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാ ദൈവം തരുന്നത്. ഹല്ലേലൂയ. എന്നിട്ടൊരു പോക്ക് വഴിയും കൂടി നിനക്ക് ഏതിൽ കൂടി അപ്പുറം കടക്കാം, നിനക്ക് എന്തോ പ്രശ്നം വന്നല്ലോ, ഇത് നിനക്ക് ജയിച്ച് എങ്ങനെ അപ്പുറം കടക്കാമെന്ന് ഒരു വഴി വെട്ടിയിട്ടിട്ടാണ് കർത്താവ് നമുക്ക് പരിശോധന നൽകുന്നത്. അവിടെ കടന്ന് പിറുപിറുക്കാതെയും ദൈവത്തെ നിന്ദിക്കാതെയും പരിഹസിക്കാതെയും ദൈവം വെച്ച വഴി നമ്മൾ നോക്കിയെടുത്താൽ മാത്രം മതിയാവും. ഹല്ലേലൂയ. ഒറ്റ കാര്യമുള്ളൂ, സഹിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. പരീക്ഷ സന്തോഷത്തോടെ, ക്രൂശിലോളം കർത്താവ് സഹിച്ചു, സന്തോഷത്തോടെ ക്രൂശിൽ സഹിച്ചെങ്കിൽ അതേ മനോഭാവം തന്നെയായിരിക്കണം എനിക്കും നിങ്ങൾക്കും വെളിപ്പെട്ട് വരേണ്ടത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, അല്ലെ? പ്രവാചകന്മാരെ വിളിച്ച് ശാസിച്ചു വിടുകയല്ല, പിന്നെന്താണ്? 41 days ഉപവസിക്കുകയല്ല ഇത് മാറാൻ വേണ്ടി. പിന്നെന്ത് ചെയ്യണം? ജീവിതത്തിൽ എന്തു വന്നാലും ആ പാനപാത്രം കുടിക്കുമ്പോ ഇങ്ങനെ ഇളുക്കി പിടിച്ച് എന്നൊക്കെ പറഞ്ഞല്ല, സന്തോഷത്തോടെ അങ്ങോട്ട് ഓരങ്ങടല്ലേ. ഏത് പാനപാത്രവും നിങ്ങൾ ചെന്ന് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും സന്തോഷത്തോടെ ഫേസ് നോക്കിയേ നമ്മുടെ ജീവിതത്തിലേക്ക്. ഇതൊക്കെ നമുക്ക് ഒന്നുമല്ലാണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതാണ് പക്വതായ മനുഷ്യരുടെയൊക്കെ വന്നേക്കാം, നമുക്കൊക്കെ സംഭവിച്ചേക്കാം, കാണുമ്പോൾ നമ്മൾ പിറുപിറുത്തു പോയേക്കാം. എന്നാലും ഞാൻ പറയുക, എന്നാലും മടങ്ങി വരുവാൻ നമുക്ക് അവസരം ദൈവം തരികയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം നമുക്കൊരു വഴി, ഒരു കാട്ടിൽ അകപ്പെട്ടു പോയാൽ ഒരു വഴി വെട്ടിയിട്ടിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ട, അല്ലെ? ഇപ്പൊ തരത്തില്ല, അവസാനം തരത്തുള്ളൂ. അതുവരെ ഇപ്പുറത്ത് നിർത്തും നമ്മളെ. അപ്പൊ നമ്മൾ അവിടെ കിടന്ന് തപ്പി തടയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. നിലവിളിക്കും, കുറെ കരയും, കുറെ പാസ്റ്റർമാരെ വിളിക്കും, അല്ലെ? സഹോദരന്മാരെ വിളിക്കും, വാട്സാപ്പിൽ പ്രാർത്ഥന വിഷയമൊക്കെ ഇടുക, ഒക്കെ ശരി തന്നെയാണ്, നല്ല കാര്യമാണ്. ഇത് ചെയ്യേണ്ടെന്ന് ഞാനൊന്നും പറയുന്നില്ല, ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതാണല്ലോ നമ്മുടെ കൂട്ടായ്മ. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി വെട്ടിയിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വഴി നമുക്ക് കണ്ടെത്തണമെങ്കിൽ നമ്മൾ സഹിക്കുവാനുള്ള മനസ്സ്, എന്തു വന്നാലും ഏതിനും സഹിക്കുവാനുള്ള. അതാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം വീട് കിട്ടുമെന്നാണോ പറഞ്ഞത്? കാറ് കിട്ടുമെന്നാണോ? ഇവിടുത്തെ നന്മകളാണോ? അല്ല, ജീവകിരീടം സ്വർഗത്തിലാണ്. അപ്പൊ അതൊക്കെ മറന്നു പോകരുത്. റോമർ 1:28-32 വാക്യം പഠിക്കുമ്പോൾ
നമ്മുടെ അകത്ത് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വായിച്ച് കേട്ടാൽ ഇപ്പൊ തന്നെ ബോധം കെട്ട് വീഴും, ഇല്ലേ? ഞാൻ എണ്ണി നോക്കി, ഒരുപാട് എണ്ണിയതാ. അവസാനം എനിക്ക് മനസ്സിലായി ഈ ബൈബിളുള്ളത് മുഴുവൻ, ബൈബിളുള്ളത് മാത്രമല്ല വേറെയും എൻ്റെ അകത്ത് കിടക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഈ റോമർ 1-ാം അധ്യായമൊക്കെ പഠിച്ചാൽ 1 മുതൽ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 19-ാം വാക്യം വരെ മനുഷ്യൻ, യഹൂദന്മാർ പാപികളാണ്, സകല ജാതികൾ പാപികളാണെന്ന് തെളിയിക്കുന്ന ഒരു വേദവാക്യമാണ് 1-ാം അധ്യായം മുതൽ 3-ന്റെ 19-ാം വാക്യം വരെ. അങ്ങനെ 3-ന്റെ 19 ഇങ്ങനെ പറയുന്നത്, സകല മനുഷ്യനെ ശിക്ഷായോഗ്യരായി തീർന്നിരിക്കുന്നു ദൈവസന്നിധിയിൽ, അല്ലേ? ദൈവം മുമ്പാകെ എന്ന് പറയുക. അതിനോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്ന വേദവാക്യമാണ് 28 മുതൽ 32 വരെ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടമില്ല മനുഷ്യർക്ക്. ആ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. നിങ്ങൾ വീട്ടിൽ പോയി ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം, പഠിക്കണം. പരിജ്ഞാനം, ദൈവത്തെ അറിയേണ്ടത് പരിജ്ഞാനത്തിലാണ്. ഈ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജനം നശിച്ചു പോകുന്നത്. ഈ വാക്യം നാം വെറുതെ പറഞ്ഞതല്ല, രുചിച്ചറിയാണ് പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ. ജ്ഞാനമല്ല, പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എൻ്റെ വചനം അങ്ങനെയാണോ, അങ്ങനെ തന്നെ ഒരു ജീവിതത്തിൽ അനുഭവിച്ചറിയുക ഞാനത്. ഓക്കെ, ഇത് പോകട്ടെ, നമ്മുടെ വിശ്വാസമല്ലല്ലോ. എന്നിട്ട് പറയാ 29-ാം വാക്യം, അവർ സകല അനീതിയും ദുഷ്ടതയും, ഇത് നമുക്കുള്ള കാര്യമല്ല, ഇത് നമുക്കുള്ളതല്ല, ജാതി മക്കളെ കുറിച്ച് പറയുക. അത്യാഗ്രഹവും ദുർബുദ്ധിയും ഒട്ടുമില്ല. പിന്നെ നിറഞ്ഞവരാ, നമുക്ക് നിറഞ്ഞിട്ടില്ലല്ലോ, ആത്മാവിനാൽ നിറഞ്ഞിരിക്കുക നമ്മളെല്ലാവരും. അടുത്തത് അസൂയ, അത് ഒട്ടുമില്ല നമുക്ക്. അത് ഒട്ടുമില്ല. കാരണം വാക്കുകൊണ്ടൊക്കെ കൊല്ലലൊക്കെ കണ്ടാൽ നമ്മൾ തന്നെ കൈകാലം പറിച്ചു പോകല്ലേ. നമ്മുടെ വിചാരം കുത്തിക്കൊന്നാൽ മാത്രമേ കൊലയാകുള്ളൂ. പക്ഷെ വേദോസം പറയുക, ഒരു സഹോദരന് പോടാ അല്ലേ, മൂടാന്ന് പറഞ്ഞാൽ ലാസ്റ്റാ അല്ലേ. നിസ്സാര എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് കൊള്ളത്തിലിടാന്ന് പറഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് ഞാൻ കൊലപാതകയാ. ബൈബിൾ അങ്ങനെയാ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ എത്ര കൊലപാതകം ചെയ്യുന്നത് ദൈവത്തിന് അറിയാം അല്ലേ. പിണക്കം ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ. കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. വാക്യങ്ങളൊക്കെ വല്ലാത്തൊരു വാക്യം. അടുത്തത് കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ. വേണ്ട വായിച്ച് വെറുതെ അല്ലേ, നമ്മുടെ ഇന്ന് രാത്രി ഉറങ്ങേണ്ട രാത്രി ഇത് വായിച്ച അവസ്ഥ ഉറക്കം കിടത്തണ്ട. ഉള്ള കാര്യം പറഞ്ഞേക്കാം. അതുകൊണ്ട് ഇതൊക്കെ ഉള്ളത് മറ്റുള്ളവർക്കല്ലേ ഇതൊക്കെ ഉള്ളത്. ഇങ്ങോട്ട് നോക്കിയാൽ മതി. ആദവന്റെ മകളാണോ നിങ്ങളുടെ അകത്തേക്ക് നോക്കി ഇതൊക്കെ കിടക്കുക. എന്തിനാ കർത്താവ് നമ്മുടെ സഭയിലാക്കി വെച്ചിരിക്കുന്നത്? ഇതൊക്കെ പിശാച് വശീകരിക്കാനിടയുണ്ട്. ലോകം നമുക്ക് നൽകുമ്പോൾ ഇതെല്ലാം നമ്മുടെ അകത്തു കിടക്കുകയാ. പറഞ്ഞ മനസ്സിലാവും, ഇതൊക്കെ നമ്മുടെ അകത്തു കിടക്കുക. ഈ വക പ്രവർത്തിക്കുന്നവരാരാണ്? മരണയോഗ്യരാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് 22-ാം അധ്യായം 21-ാം അധ്യായം 7-ാം വാക്യം 18 8-ാം വാക്യം പറയുന്നത്, ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കില്ല. എങ്ങനെയുള്ളവരാണെന്ന് വീട്ടിൽ പോയി നോക്കിയാൽ മതി അല്ലേ. ഇങ്ങനെയുള്ളവർ ഇതൊക്കെ തന്നെയാ. നമുക്കൊരു അവസരം ദൈവം തരികയാ. ഈ അവസരം നമുക്ക് ക്രിസ്ത്യ ജീവിതം നമുക്കൊരു അവസരം തരികയാ ദൈവം. നമ്മൾ രക്ഷിക്കപ്പെടുത്തി എന്ന് വിചാരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നില്ലട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. രക്ഷിക്കപ്പെടുത്തിയത് നമ്മെ നിർമ്മലീകരിക്കാൻ വേണ്ടിയാണ്, യേശുവിനെ പോലെ ആക്കി മാറ്റാൻ വേണ്ടിയാണ്. നമുക്കതിന് മനസ്സിലെങ്കിൽ പിന്നെ കർത്താവിനൊരു കാര്യം ഇരിക്കുന്നു ഇല്ലേ. അവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കും അവസാനം വരെ. അത് അവന്റെ സ്വഭാവമാണ്, അവനെ മാറ്റാൻ പറ്റത്തില്ലല്ലോ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെ പഠിക്കുമ്പോൾ, നിങ്ങളിൽ ശണ്ഠയും കലഹം എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛയിൽ അല്ലേ. നമ്മുടെ അകത്തു കിടക്കുന്ന ഭോഗം, ആഗ്രഹങ്ങളിൽ നിന്നാണ് ഉളവായി വരുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഇയാള് കാരണം എന്ന് പറയാൻ പറ്റില്ല. എല്ലാം കിടക്കുന്നത് എൻ്റെ അകത്താ കിടക്കുന്നത്. എന്നിട്ട് പറയാ, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. കർത്താവ് പറയാ, 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ എന്ത് ലഭിക്കും? ആണല്ലോ, വാക്യമല്ലേ, വചനമല്ലേ. കർത്താവ് മാറാത്തവനാ, അവൻ ഗതിഭേദ ആച്ഛാദനമില്ലാത്തവനാ, അവൻ അന്നും ഇന്നും എന്നേക്ക് അനനനാ. പിന്നെ അവന്റെ വചനം എന്തുകൊണ്ട് നമുക്ക് നിവൃത്തിയാകുന്നില്ല? കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുഴുവനും നമ്മുടെ ഭോഗങ്ങളിൽ ചെലവിടാൻ വേണ്ടിയാ. താഴേക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയുമോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ഇടുകയും ചെയ്തിട്ട് യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. അടുത്ത വാക്യം, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും നമ്മുടെ മോഹനിവൃത്തിക്ക് വേണ്ടിയാ. ക്രിസ്തുവിനെ പഠിച്ചാൽ, യേശുവിനെ അടുത്ത് പഠിച്ചു നോക്കിയേ, അവന്റെ പ്രാർത്ഥന, അവന്റെ ജീവിതം എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. ആണല്ലയോ? പഠിച്ചാൽ മനുഷ്യൻ കാണാൻ പറ്റും. ഒന്നും അവന് വേണ്ടി ജീവിച്ചിട്ട് അവന് പോലും ഒരു ദിവസം പോലും അവിടത്തേക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടില്ല കർത്താവ്. ഒരിക്കൽ ഒരു സെക്കൻഡ് പോലും കർത്താവ് അവിടത്തേക്ക് വേണ്ടി ജീവിച്ചില്ല. അതേ അപ്പന്റെ മക്കളാണ് നമ്മളെല്ലാവരും അല്ലേ. അപ്പൊ അതുകൊണ്ട്
നമ്മൾ യാചിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പ്രാർത്ഥന വിഷയം നമുക്കുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ മോഹങ്ങളിൽ, നമ്മുടെ ആഗ്രഹങ്ങളിൽ, നമ്മുടെ മോഹങ്ങളിൽ ചിലവിടാൻ വേണ്ടി ആയതുകൊണ്ട് നമുക്കൊന്നും ദൈവം തരുന്നില്ല. എത്ര പ്രാർത്ഥന വിഷയം വർഷം 5, 10, 20 ആയി കാണും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥന വിഷയങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മളൊക്കെ. പക്ഷെ എന്നിട്ട് കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടത്തില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? കർത്താവിന് അറിയാം, ഞാനത് അവന് കൊടുത്താൽ അവൻ അതും കൂടെ നരകത്തിലേക്ക് പോകും. ഞാൻ സത്യമായിട്ട് പറഞ്ഞതാ. അപ്പൊ അത് ശരിക്കും നമ്മൾ ദൈവരാജ്യം അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളത് മാത്തായി 13:44 പറയുന്ന പോലെ അവൻ കണ്ടു, അവൻ വിറ്റു, അവൻ വാങ്ങി. ഇത് കിട്ടിയാലുണ്ട് നമ്മുടെ അകത്ത് കയറിയാലുണ്ടല്ലോ, പിന്നെ നമുക്ക് ഒന്നും നമ്മുടെ വശീകരിക്കാൻ കഴിയത്തില്ല. വശീകരിച്ചേക്കാം, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, വേറെ ഉള്ളിൽ ഉണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ അവിടെ പണിയപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും സാത്താന് ലോകത്തിൽ നമ്മെ വശീകരിച്ച് വീഴ്ത്തുവാൻ കഴിയില്ല എന്ന കാര്യം മറന്നു പോകരുത്. ആണോ ഇല്ലയോ? അപ്പൊ അതുകൊണ്ട് വ്യഭിചാരിണികൾ എന്നിട്ടാ പറയുന്നത്, നിങ്ങൾ യാചിക്കുന്നെങ്കിൽ നിങ്ങളുടെ മോഹങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട്. അപ്പോ ഈ നമ്മുടെ മോഹത്തിൽ ചിലവിടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും ലോകമോഹമാണെന്ന് ദൈവം കർത്താവ് എടുത്തു പറയുകയാണ്. സ്നേഹം ദൈവത്തോട്, ഈ ലോകത്തിലെ ആ മോഹങ്ങൾ നിവർത്തിക്കാൻ. തൊട്ടുമോളി പറഞ്ഞില്ലേ, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഈ ലോകത്തിലെ മോഹങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വ്യഭിചാരിണികൾ, നമ്മുടെ ഈ ലോകത്തെ സ്നേഹിക്കുന്നവർ ദൈവം വിളിക്കുന്ന പേരാ വ്യഭിചാരിണികൾ എന്ന് പറയും. നാം പണ്ട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിട്ടുപോകുക. ലോകസ്നേഹം ദൈവത്തോട് ഇതാകുന്നു, ശത്രുത്വമാകുന്നു. അതുകൊണ്ട് ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് കേട്ടു നോക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയം, പ്രാർത്ഥനക്കാരെ അങ്ങനെ വിളിക്കാലോ, പ്രാർത്ഥന വീരന്മാരെ, വീരത്തിമാരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് കേട്ടു നോക്കുക. നമുക്ക് എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ അറിയാൻ വേണ്ടിയാ. തെറ്റത്തില്ല, നമ്മളൊക്കെ നല്ല ആൾക്കാരാ. എന്നാലും പോലും ഞാൻ പറയാ, തെറ്റിപ്പോയോ എന്നറിയാൻ വേണ്ടി മാത്രം ഒന്ന് വല്ലപ്പോഴും റെക്കോർഡ് ചെയ്തിട്ട് ആ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും ലോകമകത്ത് കയറിയിട്ടുണ്ടോ? ആ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന അല്ലായിരിക്കും, പക്ഷെ ആ പ്രാർത്ഥന എനിക്ക് നൽകിയാൽ ഞാൻ എൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി ആകുന്നോ എന്ന് ഒന്ന് വിശകലനം ചെയ്യുക, നമ്മുടെ മോഹങ്ങൾ, നമ്മുടെ ഇതൊക്കെ. അതുകൊണ്ട് ഇല്ലെങ്കിൽ അറിയുമോ, അങ്ങനെ നമ്മുടെ അകത്ത് വന്നാൽ ലോകസ്നേഹ സ്നേഹം നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അത് ലോകസ്നേഹമായി മാറും. മനസ്സിലാവുന്നുണ്ടോ? എന്തിനു വേണ്ടിയാ അത് അങ്ങനെ പറയാൻ കാരണമെന്ന് അറിയാമോ? കാരണം എൻ്റെ മോഹത്തിന് വേണ്ടിയാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. തൊട്ട് മോളി പറഞ്ഞില്ലേ, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. അപ്പൊ എൻ്റെ മോഹ നിവൃത്തിക്ക് വേണ്ടിയാണ് ഈ ലോകത്തിലെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ കർത്താവ് അതുകൊണ്ട് പറയുന്നത് അത് ലോകസ്നേഹമാണ്. അങ്ങനെ പ്രാർത്ഥന വിഷയം പോലും എന്താണെന്നറിയാമോ, ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. വല്ലാത്തൊരു സാധനമൊക്കെയാണ്. നമ്മൾ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പോലും എൻ്റെ സ്വയത്തിൽ, എൻ്റെ മോഹങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയാണെങ്കിൽ കർത്താവ് പറയുക, അത്രയും നാൾ, എത്ര നാൾ നീ പ്രാർത്ഥിച്ചു, അത്രയും നാൾ. ഒരു പാട്ടില്ലേ, അത്ര നാൾ ഇത്ര നാൾ ഒരു പാട്ടില്ലേ, അതുപോലെ ഓടി വരിക. അത്ര നാളും ഞാൻ ദൈവത്തോട് ശത്രുവായിരുന്നു. കേൾക്കുമ്പോൾ തന്നെ ഭയാനവാ നമുക്ക്. എൻ്റെ മോഹത്തിൽ ചെലവിടാൻ വേണ്ടി, എൻ്റെ ഭോഗത്തിന് ചെലവിടാൻ വേണ്ടി ഞാൻ എത്രയോ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ നമുക്ക് തോന്നുന്നു കിട്ടാത്തതുകൊണ്ട് പറയും നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും. പക്ഷേ അത് തന്നാലും നീ ലോകത്തിൽ നിന്റെ ഭോഗത്തിന് വേണ്ടി, നിന്റെ മോഹത്തിന് വേണ്ടി ആകുമെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആ പ്രാർത്ഥന വിഷയം പോലും അത് ലോകസ്നേഹമാണെന്ന് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ, എത്രമാത്രം ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണം. നമ്മളൊക്കെ ദൈവം പലപ്പോഴും നമുക്ക് നൽകുമ്പോൾ പോലും പേടിയാ. കർത്താവ് നൽകുമ്പോഴും പലപ്പോഴും പേടിയാ. കർത്താവ് അയ്യോ പേടി. ചില നന്മകളൊക്കെ വരുമ്പോൾ അല്ലേ, വരുമ്പോൾ കൈകാലം വിറക്കുക. ഇതാണോ ദൈവം അനുവദിച്ചതാണോ, ഇതുകൊണ്ട് ഞാൻ നരകത്തിൽ പോകുന്ന കൈകാലം വിറച്ചിട്ടാ പലപ്പോഴും നമ്മളൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴൊക്കെ. ഞാൻ അനുഭവം പറഞ്ഞില്ലേ, 605 സഭയുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞ കുട്ടിക്കളിയൊന്നുമല്ല. നല്ല കറങ്ങണ കസേര ഇരിക്കാം, എൻ്റെ അവർ കാല് കറങ്ങി അടക്കാം, ഫ്ലൈറ്റിന് കറങ്ങി അടക്കാം, ലോകം മുഴുവനും. പക്ഷേ അതൊക്കെ ഒരു സെക്കൻഡ്, അതൊക്കെ ഒരു മോഹം അകത്ത് വീണാനുണ്ടല്ലോ പരിപാടി കഴിഞ്ഞ് നമ്മുടെയൊക്കെ ഇതുമാകട്ടെ. അതുകൊണ്ട് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിലെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിലെ ശത്രുവായിട്ട്. നമ്മുടെ ഭോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മോഹങ്ങൾക്ക് വേണ്ടി ചിലവിടാൻ നമ്മൾ ആഗ്രഹിച്ചോട്ട് എന്ത് പ്രാർത്ഥിച്ചാലും അതെല്ലാം ആ പ്രാർത്ഥന പോലും ദൈവത്തോട് ശത്രുവായി തീരുക. ദൈവം നമ്മളെങ്ങനെ മിത്രമാകും അല്ലേ? നമ്മളെ രക്ഷിക്കപ്പെടുത്തിയത്, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ്റെ ശത്രുവായിരുന്നു, നിത്യശത്രുവായിരുന്നു അവൻ. രക്ഷിക്കപ്പെടുത്തിയത് എന്നെ മിത്രമാക്കി മാറ്റാൻ വേണ്ടിയല്ലേ, അവനോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയല്ലേ. എന്നിട്ടും നാം പ്രാർത്ഥനയിലേക്ക് എത്രമാത്രം ശത്രുവായി തീരുകയാണ്.
ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാൻ കഴിയാത്തത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. നമ്മൾ ഓർത്ത് നോക്കിയാൽ മതി. ഇത്രയും വലിയ മഹാനായ ദൈവം, അവൻ ആ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ അത്യന്തപരമായ ശക്തിയാണ്. ഡുനാമിസ് പവറൊക്കെയാണ് നമ്മുടെ അകത്ത് നൽകിയിരിക്കുന്നത്. നമ്മൾ പക്ഷെ നമ്മളെന്നും മോങ്ങിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ അല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ കടച്ചിലൊക്കെ. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ദൈവം അതിനൊത്തവണ്ണം നമുക്ക് നീങ്ങാൻ കഴിയുന്നില്ല? കാരണം ഇതൊക്കെ തന്നെയാണ്. ഹല്ലേലൂയ. അവരോ ഇവരോ ആരുമല്ല, നമ്മുടെ അകത്തെ പ്രശ്നങ്ങളാവില്ല. 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ പഠിക്കേണ്ട വിഷയമാണ്. നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് സഭയിൽ എപ്പോഴും പഠിക്കും. എന്നാൽ ഇപ്പോൾ ഒറ്റ വാക്യം പറഞ്ഞു വിടുകയാണ്. നമ്മുടെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാം. വാക്യം 4, വാക്യം 4 വാക്യം. ഇവയാൽ നിങ്ങൾ ലോകത്തിലെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്, അല്ലെ, ലോകത്തെ കുറിച്ച് പറയുക, ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. തൊട്ടുമോളി ഞാൻ പിന്നീട് പഠിക്കും. നമ്മുടെ ഈ വിഷയം, നമ്മുടെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാം. തൊട്ടുമോളി പറയുന്നു, വിലയേറിയ വിശ്വാസം നൽകിയിരിക്കുക നമുക്ക്. വിലയേറിയ വിശ്വാസം, അതിമഹത്തായ വിശ്വാസം, അല്ലെ, അപ്പോസ്തലന്മാരുടെ വിശ്വാസം, എന്തൊക്കെയോ എത്രയോ വിശ്വാസങ്ങളാണെന്ന് അറിയാമോ? ഓരോന്നായി എടുത്ത് പഠിക്കേണ്ട വിഷയമാണ് അതെല്ലാം. എങ്ങനെ പറയാ, 1-ാം വാക്യം മുതൽ പറയുക, വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിനെയും നമ്മുടെ കർത്താവായ യേശുവിനെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ ഈ നമുക്ക് ദൈവകൃപ കിട്ടുന്നതും ദൈവിക സമാധാനം കിട്ടുന്നതും ദൈവിക സന്തോഷം കിട്ടുന്നത് എവിടെന്നാ? പരിജ്ഞാനത്തിൽ. ഈ വാക്ക് എൻ്റെ വിഷയമല്ല, ഇവിടെ നമ്മുടെ ഈ വിഷയമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് വിഷയമാണ്. പരിജ്ഞാനം. നമുക്ക് ദൈവകൃപ ലഭിക്കുന്നത്, ദൈവിക സമാധാനമില്ലാതെ നമ്മളെപ്പോഴും ഡ്രൈനസ് അനുഭവിക്കുന്നില്ലേ? എപ്പോ നോക്കിയാൽ ആരോട് ദേഷ്യം, അവിടെ ദേഷ്യം, ഇവിടെ ദേഷ്യം, അല്ലേ? എന്തുകൊണ്ടെന്ന് അറിയാമോ? ദൈവിക സമാധാനം നമ്മുടെ അകത്തില്ല. കാരണം സമാധാനം വരണമെങ്കിൽ അവിടെ ഈ സാധനം നമുക്ക് ആവശ്യമാണ്. എന്നെ വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനം വളരെ ഇമ്പോർട്ടന്റ് വിഷയമാണ്. നമ്മുടേത് ഞാൻ വിട്ടുപോകും, നമ്മുടെ കാര്യമല്ലല്ലോ. എന്നിട്ട് പറയാ, അവന്റെ കർത്താവായ യേശുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും. വാക്യം ശ്രദ്ധിച്ചോ നിങ്ങൾ? പരിജ്ഞാനത്തിലാണ് അവന്റെ കൃപ ലഭിക്കുന്നത്. കൃപ എന്ന് പറഞ്ഞുകൊണ്ട് കൃപ ലഭിക്കുമോ? ഒരിക്കലും കൃപ ലഭിക്കില്ല. നമ്മൾ റോട്ടിൽ കൂടി പോകുമ്പോൾ കൃപ അല്ലേ? ചിലപ്പോൾ രക്തജയം പറഞ്ഞിട്ട് എന്ത് കാര്യം? രക്തജയം ചുമ്മാ പറയാന്ന് മാത്രമേ ഉള്ളൂ. ഈ ബോഷത്വമായി പറഞ്ഞുകൊണ്ട് നടക്കാൻ മാത്രമേ ഉള്ളൂ. ഇതുപോലെ അതിലെ പരിജ്ഞാനം കിട്ടിയവർക്ക് കൃപ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃപ ലഭിക്കണമെങ്കിൽ യേശുവിന്റെ പരിജ്ഞാനത്തിൽ നിൽക്കണം. ആ പരിജ്ഞാനത്തിൽ ഒത്തവണ്ണം ആയിരിക്കണം എന്റെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? വെറുതെ എന്ത് കിട്ടിയാലും പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മള് ക്രിസ്തുവിന്റെ ഹൃദയമായത്തിൽ ഒത്തവണ്ണം, അവന്റെ പരിജ്ഞാനത്തിൽ ഒത്തവണ്ണം മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ. അല്ലാത്ത പ്രാർത്ഥനകളെല്ലാം മുഷിഞ്ഞ ചാക്ക, അത്ര അല്ലേ? ചാക്ക് പോലെ. യെശയ്യാപ്രവചനം 66 എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എന്താ? മുഷിഞ്ഞ ചാക്ക് പോലെ അത്രേ. ഹല്ലേലൂയ. കാരണം ദൈവം കേൾക്കുന്ന പോലുമില്ല. ദൈവം കേൾക്കുന്നെങ്കിൽ അവന്റെ മനസ്സറിവുള്ളവരായിരിക്കണം നമ്മൾ. നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ള അറിവുള്ളവരല്ലോ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരല്ലോ. ആണോ? അല്ലേ? ഹല്ലേലൂയ. എന്തുവാകട്ടെ, ആ ക്രിസ്തുവിന്റെ മനസ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ബാല്യപാഠങ്ങൾ നേക്കർ സ്കൂളിൽ നമ്മൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് പറഞ്ഞു വരികയാ. പിന്നീട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ സെക്കൻഡിൽ കർത്താവിന്റെ സ്നേഹം നമ്മളിൽ വന്ന് മൂടും നമുക്ക് കാണാൻ കഴിയും. അവന്റെ സമാധാനം നമ്മൾ കൂടുതൽ കാണാൻ പറ്റും. ഒരു വാക്ക് കർത്താവേ എന്ന് വിളിച്ചാൽ മതി, നമ്മുടെ അരികിൽ തൊട്ടനുഭവിക്കുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. കാരണം ഈ പരിജ്ഞാനത്തിൽ മാത്രമേ അവന്റെ കൃപയും സമാധാനവും സന്തോഷവും അവന്റെ സൗമ്യതയും താഴ്മയൊക്കെ നമുക്ക് ലഭിക്കത്തുള്ളൂ. എന്ന് വിട്ടുപോകുന്നു. 3-ാം വാക്യം, തൻ്റെ മഹത്വത്താലും വീര്യത്താലും, അതും ഒരു വലിയ കാര്യമാണ്. എന്നിട്ട് പറയാ, നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, അവന്റെ ദിവ്യശക്തി. അതെന്ത് സാധനമാ? ഓക്കെ, എന്തുവാകട്ടെ, അത് പരിശുദ്ധാത്മാവിനർത്ഥം. എന്തുവാകട്ടെ. എന്നിട്ട് പറയാ, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഈ ലോകത്തിൽ ആവശ്യമായതെല്ലാം ഈ ജീവൻ ഇവിടെ എഴുതിയിരിക്കുന്നത് സ്വയ ജീവനെ കുറിച്ചാണ്. അപ്പൊ സ്വയ ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവജീവൻ. ഈ ജീവനും ഭക്തിക്കും നമ്മുടെ വിഷയത്തിലിട്ടോ ഒന്ന് ചേർത്ത് വെച്ച് പറന്നുപോയാൽ മാത്രമേ ഉള്ളൂ. എൻ്റെ നിത്യതയോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിൽ എനിക്ക് ഉണ്ണാനും കുടിപ്പാനും ഒക്കെ ആവശ്യമാണോ? അതെല്ലാം ഇവിടെ വരും. ജസ്റ്റ് ഞാൻ പറഞ്ഞു വിടുകയാണ്. വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നീ ബൈബിൾ ക്ലാസ്സിൽ വരുമ്പോൾ വന്നാൽ കിട്ടുമെന്നല്ല, എല്ലാ സൺഡേ വന്ന് ചർച്ചിൽ അല്ലേ ഒപ്പിട്ടാൽ മാത്രം കിട്ടുമെന്നല്ല. നമ്മളെ വിളിക്കുമ്പോൾ തന്നെ എൻ്റെയും നിങ്ങളുടെയും അക്കൗണ്ടിൽ നമുക്ക് ആവശ്യമായതൊക്കെ തന്നിട്ടാണ് എന്നെ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്.
അല്ലേ? നിങ്ങൾക്ക് വഴി പോക്കുവഴി വെട്ടിയിട്ട് നൽകിയിട്ടാ ആ കാട്ടിൽ എന്നെ അല്ലെ കഷ്ടത്തിനാട്ടിൽ എന്നെ ആക്കിയിട്ടിരിക്കുന്നത്, അല്ലേ? അത് നമ്മുടെ കർത്താവ്, അതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവനെക്കുറിച്ച് അറിയുക എന്നുള്ള ആദ്യത്തെ വിഷയമാണ്. ആ അറിയുമ്പോൾ എനിക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചിട്ടാ എന്നെ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പരിശോധന വിട്ടിരിക്കുന്നത്. ഞാൻ കൈയും കാലിട്ട് അടിക്കും എനിക്കറിയാം. നമ്മളൊക്കെ പെട്ടുപോകുന്ന ആൾക്കാരാ. കൈയും കാലിട്ട് അടിച്ചാലും ഒരു ഉറപ്പുണ്ട്, നമ്മുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ആ വഴിയിൽ എന്നെ കർത്താവ് എത്തിച്ചിരിക്കും. ആ വഴി കൂടി പോയാൽ പിന്നെ അപ്പുറം എത്തിയിരിക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അവയാൽ ഏതാണ്? അവയാൽ അല്ലേ? ഒരു കാര്യം പറഞ്ഞിട്ട് പറയാ, അവയാൽ അവൻ നമ്മുടെ കർത്താവ് നമുക്ക് വിലയേറിയതും അതിമഹത്തായവതായ, ചേർത്തൊന്ന് 2 കൊരിന്ത്യർ ലേഖനം 7 പഠിച്ച ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. ചെറിയ വാക്തത്വങ്ങളും വലിയ വാക്തത്വങ്ങളെ കുറിച്ചൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് അവയാൽ അവൻ നമ്മുടെ കർത്താവ് നമുക്ക് വിലയേറിയതും പിന്നെ അതിമഹത്തായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു. ഈ അവയാൽ ഏതാണെന്ന് അറിയാമോ? അവയാൽ എന്ന് പറഞ്ഞത് നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇതല്ല, ജസ്റ്റ് ഓടിച്ചു വിടുകയാണ്. എന്നിട്ട് പറയും ഇവയാൽ നിങ്ങൾ, അല്ലേ? അവയാൽ അതിമഹത്തായ വാക്തത്വം നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇവയാൽ എന്താണ് ഇവയാൽ? നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാക്തത്വം നൽകിയിരിക്കുന്നു. ഇവയാൽ, അല്ലേ? ഇവയാൽ എന്ന് പറഞ്ഞാൽ അതിമഹത്തായ വിലയേറിയ അതിമഹത്തായ വാക്തത്വം നമുക്കുള്ളത് കൊണ്ട് ലോകത്തിന്റെ മോഹത്തുള്ള നാശം വിട്ട് ജീവിക്കുവാൻ ദൈവം കൃപ നൽകിയിരിക്കുന്നു. എത്ര വാക്കാണെന്നറിയാമോ നമുക്ക്? ഞാനിത് വിവരിക്കാൻ പോയാൽ സമയം പോകും. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ദൈവരാജ്യവും സമ്പത്തും എന്ന വാക്ക് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ കിങ്ഡം ദൈവരാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആഴമായി എടുക്കുന്ന വിഷയങ്ങൾ അതെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന്, അവന്റെ പരിജ്ഞാനം. 2, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അവന്റെ വിലയേറിയതും വില കുറഞ്ഞ വാക്തത്വങ്ങളുണ്ട് ഇതിനകത്തുണ്ട്. നമ്മൾ വില കുറഞ്ഞതൊക്കെ ഉണ്ട്. നമ്മൾ ആ വില കുറഞ്ഞതിന്റെ പുറകെ പോകണ്ട. ആ വില കുറഞ്ഞതെല്ലാം ശവപ്പറമ്പ് വരെയുള്ളൂ. നമുക്ക് വില കുറഞ്ഞത് മുഴുവനും ശവപ്പറമ്പ് വരെ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. എന്നാൽ ഇതുണ്ടല്ലോ, ഇത് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങൾ, അത് നമ്മളെ നിത്യജീവനിലേക്ക് സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തിലുള്ള മോഹങ്ങൾ വിട്ടൊഴിയാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ റോട്ടിൽ കൂടി പോകുമ്പോൾ അപ്പുറത്ത് കാണുമ്പോൾ ചുരിദാർ നല്ല വീക്കട്ട് ചുരിദാർ കൊള്ളാം, ഒന്ന് മോഹം കയറി, അല്ലേ? ഷർട്ട് നല്ല വരവല സ്ട്രൈപ്പൊക്കെ ഷർട്ട്, പച്ചയും മഞ്ഞയും കൂടി ഇരിക്കട്ടല്ലേ, കാണുമ്പോൾ അകത്തേക്ക് മോഹം കയറുകയാണ് നമുക്ക്. പക്ഷേ അതിമഹത്തായ വിലയേറിയ ആ വാക്തത്വങ്ങൾ, എന്നെ കുറിച്ച് എന്റെ കർത്താവ് അറിയുന്ന വാക്തത്വങ്ങൾ എന്റെ ഹൃദയത്തിൽ വന്ന് വീണാൽ പിന്നെ ഈ മോഹങ്ങൾക്കൊന്നും സ്ഥാനമുണ്ടാകത്തില്ല. ഇല്ലെങ്കിൽ പിശാച് നമ്മെ ചതിക്കും. ലോകം തന്ന് നമ്മളെ ചതിക്കും. കൺമോഹം, ക്ഷീണത്തിന്റെ പ്രതാപം, ഇത് 3ലേക്ക് നമ്മൾ വരാൻ പോകുകയാണ്. നമ്മൾ ഈ 3 കൊണ്ട് പിശാച് നമ്മെ ചതിക്കാനിടയുള്ളത് കൊണ്ടാണ് കർത്താവ് നമ്മോട് പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? അവന്റെ പരിജ്ഞാനത്തിൽ വളരുക. 2, അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വിലയേറിയതും അതിമഹത്തായതും, അല്ലേ? അതൊക്കെ നമ്മൾ അന്വേഷിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, ലോകത്തെ ജയിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ലോകത്തെ ജയിക്കാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ട എത്ര 5, 10, 15, 20, 30, 50 വർഷമായാലും ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരൊറ്റ ആഴ്ച മതി, ഒരൊറ്റ മണിക്കൂർ മതി. രക്ഷിക്കപ്പെട്ടിട്ട് ഒരൊറ്റ മണിക്കൂർ മതി. ഈ സത്യം അവന്റെ അകത്ത് വീഴുന്നുവെങ്കിൽ ഒരൊറ്റ മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്ര പോലും വേണ്ട, എങ്കിൽ പോലും പറയാ, ഒരൊറ്റ മണിക്കൂർ മതി. ഈ സത്യം അവന്റെ അകത്ത് വെളിപ്പാടാകുന്നുവെങ്കിൽ അവൻ ലോകത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. എത്ര വാക്കുകളാണെന്നറിയാം നമ്മുടെ അകത്തൊക്കെ ഉള്ളത്. ഒരിക്കൽ പത്രോസിനോട് ചോദിച്ചു, പത്രോസിനോട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? എടുത്ത വായിക്ക് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഒരു ഡൗട്ടുമില്ല. കർത്താവ് ഇന്ന് പിതാവുമായിട്ട് ആലോചിക്കാൻ പോലും നേരം കൊടുത്തില്ല. എടുത്ത വാക്കി പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്തുകൊണ്ടെന്നറിയാം? ഒരൊറ്റ വെളിപ്പാട് മതി ജീവിതത്തെ മാറ്റി പറയുവാൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ വെളിപ്പാട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ പഠിച്ചു തോന്നുന്നു, നമ്മുടെ ഇവിടെ പഠിച്ചായിരുന്നു എവിടെയോ. ഒരു ചെറിയൊരു ഒരു വെളിപ്പാടിന്റെ അകത്ത് വന്നാൽ മതി. എൻ്റെ ക്രിസ്തുവിനെ കുറിച്ച്, എൻ്റെ വീണ്ടെടുപ്പുകാരനെ കുറിച്ച്, എൻ്റെ രക്ഷകനെ കുറിച്ച്, എന്നെ ചേർപ്പാൻ വരാമെന്നതിനെ കുറിച്ച് ഒരൊറ്റ വെളിപ്പാടിന്റെ ജീവിതത്തിൽ കയറിയാൽ മതി. ദൈവം കർത്താവ് നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കും. അപ്പൊ ഓർത്താൽ മതി, നമ്മളൊക്കെ എത്രയോ അകലെയാണെന്ന് ഓർത്താൽ മതി.
ഹല്ലേലൂയ. ഞാൻ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയല്ല പറഞ്ഞത്, നമ്മളൊക്കെ കർത്താവിന്റെ മക്കൾ തന്നെ. ഹല്ലേലൂയ. പക്ഷെ അല്പം കൂടി അടുക്കുവാൻ അവൻ നിന്ന് പിതാവിൽ നിന്ന് കേട്ട് പഠിച്ചവരൊക്കെയും എൻ്റെ അടുക്കൽ വരുമെന്ന് 6-ാം അധ്യായത്തിൽ പറയുമ്പോൾ ആ പിതാവിൽ നിന്ന് കേൾക്കുവാൻ പിതാവ് യേശു പറഞ്ഞില്ലേ, ഇത് നിനക്ക് അവിടെ നിന്ന് പഠിച്ചതല്ല, നീ തോറ നോക്കി അല്ലേ ഒന്നും പഠിച്ചതല്ല, പിതാവ് നിനക്ക് വെളിപ്പെടുത്തി നൽകിയതാണ്. അതുപോലെയുള്ളൊരു വെളിപ്പാട് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ മോഹത്താലുള്ള അല്ലെ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞു പോകത്തേയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വിട്ടാൽ മാത്രമേ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകത്തുള്ളൂ. ഇല്ലെങ്കിലുണ്ടല്ലോ അല്ലെ, കണ്ടിട്ട് മിണ്ടിയില്ല, ഫോൺ വിളിക്കുമ്പോ കണ്ടിട്ടുണ്ടോ ആൾക്കാര് ഫോൺ എടുത്തിട്ട് ഹലോ സിസ്റ്ററാണോ, സുഖമാണോ, അല്ലേ വീട്ടിൽ ജോലിക്ക് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് അല്ലേ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒന്നും മിണ്ടുന്നില്ല നിങ്ങള്, എല്ലാം മൂളിക്കൊണ്ടിരിക്കുക. അതിനർത്ഥം എന്നറിയാമോ, എവിടെയോ ഒരു സാധനം വീണിട്ടുണ്ട് നമ്മുടെ അകത്ത് അല്ലേ, ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്തുവാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു എന്ന് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി, ദിവ്യ സ്വഭാവം അത് വിശുദ്ധിയുടെ അവന്റെ സ്വഭാവമാണ്. അത് എന്നിൽ വെളിപ്പെടണം. അവന്റെ സ്നേഹം, അവന്റെ സൗമ്യത, താഴ്മ, അല്ലേ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയൊക്കെ അത് അവൻ്റേത് മാത്രമാണ്, നമ്മുടെ ഒന്നും അല്ലല്ലോ. നമ്മുടെ കഴിവ് കൊണ്ട് പഠിച്ചെവിടെയും ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലേ, കുറെ അഭിനയിക്കാൻ പറ്റും നമുക്ക് അല്ലേ, എന്തൊരു പക്ഷെ ഇതൊക്കെ അവൻ നമുക്ക് തരുന്നതാ. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വാസം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഒന്നുമില്ലാതെ അവനോ വളരണം ഞാനോ കുറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കുക കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നതല്ല. അത് എനിക്ക് യാതൊരു ഒരു കഴിവ് ഞാൻ എന്താ പറയുക, സൗമ്യത പഠിച്ചു ബ്രദറെ, അതൊക്കെ ചുമ്മാ പഠിച്ച് നാളെ നേരം വിളിക്കുമ്പോൾ ഭാര്യ ഒന്ന് വയലന്റ് ആയാൽ മതി, അവന്റെ സൗമ്യതയും പോകും, അവന്റെ അവസാനം തനി സ്വഭാവം വെളിപ്പെട്ട് വരും. അത് എൻ്റെ അകത്ത്, എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുമ്പോൾ അവൻ എന്നിൽ നിന്ന് ഉളവായി വരുന്നതാണത്. നമ്മെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക, ഞാൻ എന്നെ അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിടിച്ച് എന്നെ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കർത്താവിന് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്നത്. എന്തുവാകട്ടെ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് സോളിന്റെ രക്ഷയെക്കുറിച്ചൊക്കെ കർത്താവ് അനുവദിച്ചാൽ പഠിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥമായ നമ്മുടെ രക്ഷയിലേക്ക് നടന്നു വരുന്ന നമുക്ക് അന്ന് പഠിക്കാൻ കഴിയും. ഇവിടെ പറയാ, അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹം കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടും എന്തുവാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു, സമയം പോകുന്നില്ലെങ്കിൽ ഇത്രയും പിന്നീട് ഒക്കെ എപ്പോഴും പഠിക്കാം. ഇതുപോലെ നിങ്ങൾ ഉത്സാഹം വേണം. നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ എന്ത് വേണം? ഉത്സാഹം വേണ്ടേ? വേണം ഉത്സാഹം. നമ്മുടെ ജോലി എടുക്കുന്ന നമുക്ക് ശമ്പളം, വൈകിട്ട് ശമ്പളം, ഇതിപ്പോ ഞാൻ പെയിന്ററാന്ന് വിചാരിച്ചു, വൈകിട്ട് ഒരു 1000 കിട്ടും, നല്ല ഉത്സാഹമായിരിക്കും നമുക്ക് ഇല്ലേ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓണർമാർ വരുമെങ്കിലും നമ്മൾ ഉത്സാഹം കാണിക്കില്ലേ? എന്തുകൊണ്ടാ? 1000 രൂപ കട്ടതുകൊണ്ട്. വൈകിട്ട് എനിക്ക് 1000 കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഉത്സാഹം കാണിക്കുന്നത്. സംഗതി ഉഴപ്പനാണ്. ഓണർ വരുമ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നല്ല ഉത്സാഹം, ചാടലായി ഓടലായി അത് ഒറ്റക്കാലിൽ നിന്ന് പെയിന്റടിക്കലായൊക്കെ ചെയ്യും. അത് ഉത്സാഹം കാണിക്കും. വൈകിട്ട് 1000 കിട്ടും, ഉറപ്പാ. ഇത് തന്നെയാ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. ഒരുപക്ഷെ ഇന്ന് കിട്ടത്തില്ല, നമ്മൾ വിശ്വസിക്കുന്നവരും കാണാത്ത കാര്യമാണ്. വിലയേറിയതും അതിമഹത്തായ അല്ലെ സ്വർഗീയ സിയോണും പുതിയ യെരൂശലേമും പുതിയ വാഗ്ദത്തങ്ങളും കിടക്കുകയാണ്. അത് എനിക്ക് വേണ്ടി കിട്ടുമെന്നുള്ള പ്രത്യാശയിൽ, വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുമ്പോഴാണത് നമുക്കത് കിട്ടുന്നത്. 1000 രൂപയ്ക്ക് നമ്മൾ ഉത്സാഹം കാണിക്കുമോ? ഇല്ലെങ്കിൽ മാസം കിട്ടുന്ന ഒരു 15,000 20,000 ശമ്പളം അതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്താ പറയാ, ഡിഗ്രി എൻ്റെ അച്ഛൻ്റെ ഇളയ രണ്ടാമത്തെ പെങ്ങളുടെ മോൻ അവൻ PR കഴിഞ്ഞിരിക്കുക, 8,000 രൂപ ശമ്പളം. PR പഠിച്ചിട്ട് 8,000 രൂപ ശമ്പളം. ഞാൻ വിചാരിച്ച് നീ കൂലിപ്പണിക്ക് പോടാന്ന് പറഞ്ഞു അവരോട് തമാശ പറഞ്ഞു. അവിടെ മോൻ അനിയനാ, PR പഠിച്ചിട്ട് 8,000 രൂപ ശമ്പളം, അത്രയ്ക്കേ ഉള്ളൂ. ഇന്ന് ശമ്പളം വളരെ കുറഞ്ഞു പോയി. അപ്പൊ എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞത് 1000 രൂപയ്ക്ക് വേണ്ടി, ശമ്പളത്തിന് വേണ്ടി 8,000 രൂപയ്ക്ക് വേണ്ടി ഉത്സാഹം ചെയ്യുന്നില്ല നമ്മള്? ഇല്ല ചെയ്യോ? അതോ 8,000 രൂപ ഉലുവ എനിക്ക് തന്നുള്ളൂന്നൊക്കെ പറഞ്ഞ് നമ്മള് അല്ലെ അങ്ങനെ പറയും. ഒരാൾക്ക് പറയും, 1000 ഉലുവേ ഉള്ളു എന്ന് പറഞ്ഞ് നമ്മൾ ഇത് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇടും. നമ്മള് മിണ്ടുന്നില്ലല്ലോ അല്ലേ? നീ നാട്ടുഭാഷ പറഞ്ഞതാ അല്ലേ? ശമ്പളം കുറച്ചു പോയ പിന്നെ അമ്മയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. അവിടെ കിടക്കട്ടെ അല്ലേ, ഇത് ഇവിടെ ഈ എഴുത്ത് ഇവിടെ ചെയ്യണ്ട അല്ലെ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ചില പേപ്പറൊക്കെ ബുക്കൊക്കെ മടക്കി കളയും. എന്തുവാകട്ടെ, ആ ഉത്സാഹമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അല്ലേ, അതൊക്കെ ഈ 1000 കിട്ടിയാലും നേരം വിളിക്കുമ്പോൾ തന്നെ അത് തീർന്നിരിക്കും. അങ്ങോട്ട് പാലുകാരനും അല്ലെ കൊടുത്തു കഴിയുമ്പോൾ തീർന്നിരിക്കും നമുക്ക്. പക്ഷേ നശിക്കാത്തൊരു വാക്തത്വം നമുക്കുണ്ട്, വിലയേറിയ അതിമഹത്തായ വാക്തത്വങ്ങൾ. അതിന് മാത്രം എത്രമാത്രം ഉത്സാഹം നമ്മൾ കാണിക്കേണ്ടത്. ആ ഉത്സാഹം എവിടെ കാണിക്കേണ്ടത്? ജോലിയിലാണോ? അത് വേറെ സെക്കൻഡ് ജോലിയില്ല. പക്ഷെ ആ ഉത്സാഹം നമ്മുടെ ഇവിടേക്ക്, നമ്മുടെ സഭക്കകത്ത്,
നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ബൈബിൾ ക്ലാസ്സുകളിൽ, നമ്മുടെ ലേഡീസ് മീറ്റുകളിൽ, നമ്മുടെ എവിടെയൊക്കെ നമുക്ക് എന്തൊക്കെയുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഉത്സാഹം കാണിക്കാം. അപ്പോൾ നിങ്ങളെ സഹായിക്കട്ടെ. 11 വാക്യം പറയുന്നു, ഇങ്ങനെ ചെയ്താൽ. മോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. എന്തുവാകട്ടെ, നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് വിട്ടുപോകുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ വിടറിപ്പോകാതെ എന്ന് പറഞ്ഞാൽ സാത്താൻ ഇടം കൊടുക്കാതെ, അല്ലേ, നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളം പ്രാപിക്കും. അല്ലേ, കുറെ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പറയുക, ഇങ്ങനെ ചെയ്താൽ ഒരു നാളും എങ്ങനെയൊക്കെയാ പരിജ്ഞാനത്തിൽ വളരണം, അല്ലേ, അവൻ ദിവ്യശക്തി നമുക്ക് തരുന്നവരൊക്കെ സൂക്ഷിക്കണം, ലോകത്തുള്ള മോഹം വിട്ടൊഴിയണം, അതിമഹത്തായ വാക്തത്വങ്ങൾ നമ്മൾ അറിയണം, ദിവ്യസ്വഭാവത്തിൽ കൂട്ടാളിയണം, ഉത്സാഹം കാണിക്കണം എന്ന് പറയുക. ഇങ്ങനെ ചെയ്താൽ ഒരുപാട് കാര്യം താഴെ പറഞ്ഞിട്ടുണ്ടോ, ഇന്ദ്രിയം, സ്ഥിരതയോട് ഭക്തി, ഇതൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്താൽ നമ്മൾ ഇടറിപ്പോകാതെ ആ നിത്യരാജ്യം നമുക്ക് ദൈവം കർത്താവ് തരും. ഹല്ലേലൂയ. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യ ജീവിതം, നമ്മൾ എഴുതിയിട്ട് ക്രിസ്ത്യ ജീവിതം വിശ്വാസത്തിൽ ആരംഭിക്കുന്നു. ക്രിസ്ത്യ ജീവിതം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. വിശ്വാസം ദൈവത്തിൽ അധിഷ്ഠിതമാണ്. വിശ്വാസം ദൈവവാക്തത്വങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തിന്റെ ഫലം ആത്മീയ വളർച്ചയാണ്. ഞാൻ ചെറുതായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ അറിയാൻ വേണ്ടി എല്ലാം. അതുകൊണ്ട് റോമർക്കെതിരെ 1-ാം അധ്യായം 16-17 വാക്യം പഠിക്കുമ്പോൾ ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ആരംഭിച്ച് വിശ്വാസത്തിൽ കൂടി വിശ്വാസത്തിലേക്ക്. വാക്യം വളരെ വലിയ കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഒരുപക്ഷെ നിങ്ങൾക്ക് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ പോലും ഞാൻ പറയാം. ഒരു ശിഷ്യനാകുന്നത് നല്ല കാര്യമാണ്, ശിഷ്യനാകണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒരു ശിഷ്യന്റെ ജോലി എന്നൊക്കെ നമ്മൾ ക്ലാസ് കൊണ്ട് ഒക്കെ നല്ല കാര്യമാണ്. ശിഷ്യനാകണം, ശിഷ്യൻ തന്നെയാകണം, ഒരു വ്യത്യാസമില്ല. ഗുരുവിനെ പോലെ ആയ മതിയാകത്തുള്ളൂ, നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ പഠിച്ച ബൈബിൾ പഠിച്ച പ്രകാരം ഏറ്റവും മനസ്സിലാക്കിയ സത്യം പറയാം, അതിനേക്കാൾ അപ്പുറമാണ് വിശ്വാസത്താൽ ജീവിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കാം, അതിനെതിരെ ആൾക്കാർ പലതും കമന്റ് പറഞ്ഞെങ്കിൽ പോലും ഞാൻ പറയും, വിശ്വാസത്താൽ ജീവിക്കാൻ പഠിക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, മറ്റു ശിഷ്യന ഗുരുവിനെ അനുഗമിച്ച് പോയാൽ മതി, നല്ല കാര്യം വേണം, ഒട്ടും കുറയ്ക്കുകയില്ല. ഞാൻ ഡിസൈപ്പിൾഷിപ്പ് ക്ലാസ് എടുക്കുമ്പോൾ അത് ആഴമായി വാനോളം പുകഴ്ത്തും അതിനെ. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. നമ്മളെ ദൈവം വിളിച്ചത് ഫ്രം ഫെയ്ത്ത്, വിശ്വാസത്തിൽ ആരംഭിച്ചു. വിശ്വാസത്താൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാ? വിശ്വാസത്തിലേക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണത്. അതുകൊണ്ട് ആ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. വിശ്വാസം എന്നത് ബേബി ബ്രദർക്ക് നല്ല ഭംഗിയായിട്ട് നല്ല ക്ലാസ് എടുക്കുന്ന ബേബി ബ്രദർക്ക് വിശ്വാസം, പ്രത്യാശയ്ക്ക്. അതുകൊണ്ട് എനിക്ക് വലിയ ആ കാര്യത്തിൽ എനിക്ക് വലിയ ഭാരം എനിക്കിതില്ല. കർത്താദാസനൊക്കെ നല്ല ഭംഗിയായിട്ട് വിശ്വാസവും പ്രത്യാശയ്ക്ക് എടുക്കുന്നുണ്ട്. എന്തുവാകട്ടെ, അതുകൊണ്ട് വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. നിങ്ങൾ ചിന്തിക്കുക. 2 മിനിറ്റ് കൂടെ 5 മിനിറ്റ് കൂടെ നമുക്ക് ബാക്കിയുണ്ട്. 5 മിനിറ്റ് കൂടെ ഉണ്ട്. 1 തെസ്സലോനിക്കർ 3:5 പറയുന്നു, ഇത് നിമിത്തം നിങ്ങളൊട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടത് ആളെ അയച്ചിരിക്കുക. പൗലോസ് അവിടെ എഴുതി വെച്ചിരിക്കുക, ഇത് നിമിത്തം എനിക്കൊട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ. അല്ലേ, ഏത് നിമിഷവും പരീക്ഷ വരാം നമുക്ക്. ഇത് ഏത് പരീക്ഷകനാണ്? ഇത് കർത്താവെന്ന പരീക്ഷകനല്ലത്. ഇത് മറ്റേ, അല്ലേ, ലോകമെന്ന് പറയുന്ന, ലോകത്തിന്റെ കാമുകൻ എന്ന് പറയുന്ന നമ്മുടെ ആ സാത്താൻ. അതുകൊണ്ട് ലോകത്തിലെ പ്രഭു അവൻ ഒരു എക്സാമിനറാണ്. പറയാൻ പോയി ഒരുപാട് ഞാൻ പറയേണ്ടി വരും, എന്നാൽ പോലും ഒറ്റ വാക്കിൽ പറഞ്ഞു വിടുകയാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ മോളെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നീറ്റ് എക്സാം എഴുതാൻ പോയി. നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത് വരെ ഞാൻ അപ്പനും അമ്മയും 2 കസിന്മാരും അല്ലേ ഉണ്ടാക്കുക. വലിയ എക്സാം അല്ലേ. അപ്പൊ ബോധക്കിടക്ക് വന്നേക്കല്ലേ, വെള്ളം കൊടുക്കുമ്പോൾ റോട്ടിൽ കൂടി പോകുമ്പോൾ പപ്സ് അതൊക്കെ മേടിച്ച് ഞാൻ പോയില്ല, ഞാൻ സൺഡേ ആയിരുന്നു. എക്സാമ്പിൾ പറയാ, എല്ലാ കാര്യം കൊടുക്കുക. അമ്മ പോകുന്നു, അപ്പം പോകുന്നു, മക്കൾ പോകുന്നു, ചേട്ടന്മാര് കസിൻസ് ഒക്കെ പോകുക. എന്തിനു വേണ്ടിയാ? മോൾ എക്സാം എഴുതാൻ പോകുക, അല്ലെങ്കിൽ മെഡിസിൻ എക്സാം പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാം എഴുതാൻ പോകുക, അല്ലെ കീമൊക്കെ എഴുതാൻ പോകുക, കൂടെ പോകുക ഇവിടുന്ന് മൂവാഴ്ചയുടെ വരെ. പക്ഷെ അവിടെ ചെന്ന് ഓഫീസിൽ പറഞ്ഞ ഇന്ന ആളാണ് അതൊക്കെ സാധനം കൊടുത്ത് എന്താ സാധനം ഉണ്ടല്ലോ, അല്ലേ, ഹോൾ ടിക്കറ്റ് കൊടുത്ത് നോക്കി ഓക്കെ കുഴപ്പമില്ല, കറക്റ്റാ, നീ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഒക്കെ വെച്ചിട്ട് ആ ബാഗും മേടിച്ച് അവിടെ വെക്കും. 2 പേനയും കൊടുക്കും, അല്ലേ, 2 പേന മാത്രം കൊടുക്കും. എൻ്റെ ഓർമ്മ 2 പേനയും കൊടുക്കും. ബൈബിൾ മൊബൈലൊക്കെ അവിടെ മേടിച്ച് വെക്കും. എന്നിട്ടുണ്ടല്ലോ ഒറ്റക്ക് റൂമിലേക്ക് വിടും. ഇതുവരെ പോയ അച്ഛനും അമ്മയും പുറത്ത്, അല്ലേ, ഇതുവരെ കൂടെ വന്ന കസിൻസ് ഇടയ്ക്ക് റോട്ടി വഴി നിർത്തി പെപ്സി കുടിക്കട്ടെ, നീ സങ്കടപ്പെടണ്ട, ഈ ഐക്കോടി ഇതൊക്കെ പറഞ്ഞ് പ്രബോധിപ്പിച്ച്, അല്ലേ, ബലം കൊടുത്ത് എത്രയോ മണിക്കൂർ ദിവസങ്ങളൊക്കെ പ്രബോധിപ്പിച്ചത് ആൾക്കാരുണ്ടല്ലോ. ആ പരീക്ഷകന്റെ മുമ്പിൽ വന്നപ്പോൾ, വാക്ക് ശ്രദ്ധിക്കണം, എക്സാമിനറിന്റെ പരീക്ഷകന്റെ മുമ്പിൽ വന്നപ്പോൾ ഇപ്പൊ പറയാം, അപ്പനും അമ്മ അങ്ങ് മാറിയോ,
ഒറ്റക്ക് വാ, ഞാൻ നിന്നെ കാണിച്ചു തരാന്നാ പറഞ്ഞത്. സാത്താൻ നമ്മളോട് പറയും, ഞാൻ നിന്നെ കാണിച്ചു തരാം, വാ എൻ്റെ മുറിയിലേക്ക്. ആ എക്സാമിനകത്ത് ഇത്രയും കുട്ടികളുടെ അല്ലേ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവന് കണ്ണുരുട്ടി കാണിക്കും, ഇങ്ങനെയൊക്കെ നോക്കൂല്ലേ. ആരാ എക്സാമിനർ? ആരാ? സാത്താൻ. ഞാൻ ഈ പറഞ്ഞത് ഒറ്റവാക്കി പറഞ്ഞു വിട്ടതാ. ഒരു ആഴമായ മറ്റൊരു ക്ലാസ്സാണ് ഞങ്ങളുടേത് പഠിമെടുക്കുന്നത്. ആ എക്സാം ഹാളിൽ കൈയും കാലും വിറച്ചുകൊണ്ട് അത് എഴുതി തീർക്കണ്ടേ. കോപ്പിടിക്കാൻ പറ്റുമോ? അങ്ങോട്ട് നോക്കി അവൻ പറയും എന്ന് പറയും എക്സാമിനർ അല്ലേ. ഓ, ഞാനിത് പറയാൻ സമയമില്ല, സമയം മുന്നോട്ട് പോവുക. എത്ര ഭയാനമാണെന്ന് അറിയാമോ അത്. അവിടെ ഇരുന്ന് ആ കൊച്ച് 2 മണിക്കൂർ എഴുതുക, കൈയും കാലും വിറച്ചുകൊണ്ട്. എക്സാമിനർ നോക്കുമ്പോൾ അവന്റെ മുഖമൊക്കെ കണ്ടാൽ ചിലപ്പോ സാത്താനെ കൈയും കാലും ഉന്നിയുടെ കമ്പനിയുടെ പരസ്യം പോലെ 2 കൊമ്പൊക്കെ വെച്ചോണ്ട് അവൻ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോഴേ കൈയും കാലും വിറക്കും, എഴുതാനും പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ എക്സാം ഉണ്ട്, ഒരുപാട് എക്സാം ഒക്കെ വരുന്നുണ്ട്. പരിശോധനയൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു എക്സാമിനറുണ്ട്. ഹല്ലേലൂയ. ആരും സഹായിക്കത്തില്ല. പക്ഷേ ഫോൺ വിളിച്ചാൽ പോലും ആരും എടുക്കത്തില്ല, പാസ്റ്റർമാരും എടുക്കത്തില്ല, ഭാര്യ എടുക്കത്തില്ല, ഭർത്താവ് എടുക്കത്തില്ല. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും ചില സന്ദർഭങ്ങൾ. പക്ഷെ നല്ലവണ്ണം എഴുതി പുറത്തു വന്നാലിട്ടുണ്ട്. നീറ്റ് എക്സാം എഴുതി പുറത്തു വന്നാൽ അവൻ ഡോക്ടർ, കീം എഴുതി പുറത്തു വന്നാൽ അവൻ എഞ്ചിനീയർ. ഹല്ലേലൂയ. നമ്മൾ ഇതുപോലെ ലോകം ഒരു എക്സാമിനറെ നമുക്ക്, ലോകത്തിലെ പ്രഭുവാണ് എക്സാമിനർ, പരീക്ഷകൻ. എന്താ മറ്റൊരു പേര് മലയാളത്തിൽ പേര് അല്ലേ? സ്കൂൾ ഹോൾ തരുന്ന എന്താ? എക്സാമിനർ അല്ലേ? എക്സാമിനർ. അതുകൊണ്ട് ഇത് നിമിത്തം എനിക്കൊട്ടും സഹിച്ചു കൊള്ളാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? പരീക്ഷകൻ, എക്സാമിനർ സാത്താൻ നിങ്ങളെ പരീക്ഷിച്ചോ അല്ലേ? ലോകം നൽകി ജഡമോഹം, കൺമോഹം, ജീവിതത്തിലെ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല കേട്ടോ, വന്നുകൊണ്ടിരിക്കുക. നൽകി നിങ്ങളെ പരീക്ഷിച്ചുവോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ? രാവകൽ അധ്വാനിച്ച് രാത്രിയോളം വെളുക്കാൻ കാലമോളം പൗലോസ് അവരെ വചനം പഠിപ്പിച്ച് ഒരുത്തൻ താഴെ കിടക്കുന്നു, പിന്നെ അവന്റെ മേത്ത് കിടന്ന് ഊതി അവനെ വീർപ്പിച്ച് അവനെ പൊക്കിയെടുത്തതൊക്കെ ചേർത്തൊക്കെ അറിയാമല്ലോ ഇല്ലേ? രാവിലെ വരെ പഠിപ്പിച്ചത് എന്തിനു വേണ്ടെന്നറിയാമോ? പക്ഷേ പൗലോസൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവന്മാർ വീണ്ടും ചേർത്തിലേക്ക് പൊങ്ങിപ്പോയി. ചിലർ അപ്പലോസിന്റെ പക്ഷക്കാരൻ, ചില കേഭാന്റെ പക്ഷക്കാരൻ. ഒരു സൈഡ് നോക്കിയപ്പോ അവന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുക അവിടെ. എന്തൊക്കെ കുരുത്തക്കേടുകളാണെന്നറിയാമോ ഇതിനകത്ത് അവരെ സഭക്കത് കാണിച്ചു കൂട്ടുന്നത്. പൗലോസ് പറയാം, എന്റെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളഴിച്ചിട്ടില്ല. ഇപ്പൊ ആളയച്ച ആ ആളും കൂടെ പുള്ളിയുടെ കൂടെ പോയി കളയും. ഇപ്പൊ ഏതാളടക്കാൻ പറ്റും നമുക്കിപ്പോ? ഇപ്പൊ ഒരാളെ പോലും അടക്കാൻ, വിശ്വാസം അടക്കാൻ പറ്റില്ലാത്ത അവസ്ഥ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഒരാഴ്ച പോലും പിന്നെ അയാളെ തപ്പി അടക്കാൻ നാട്ടുഭാഷ പറയാൻ മാഷിയിട്ട് നോക്കണം. പിന്നെ അത് രണ്ടിനെയും കൂടി കാണാം. ഏതെങ്കിലും എന്താ പറയാ KFC കടയിലോ അല്ലെ ഇവനെവിടെയാ അല്ലേ കട പേര് പറഞ്ഞ് അല്ലേ 12 to 12 ഞങ്ങൾ പോണ കടയിൽ അവിടെ എവിടേക്കും പോയി തപ്പേണ്ടി വരും ചിലപ്പോഴൊക്കെ. മിണ്ടില്ലല്ലോ. അപ്പൊ എന്തുവാകട്ടെ, പരീക്ഷ നിങ്ങൾ പരീക്ഷിക്കാൻ പാടില്ല. പരീക്ഷ ഉണ്ടായിരിക്കും. ഇവിടെ തന്നെ പരീക്ഷകനുണ്ട്, ഇവിടെ തന്നെയുണ്ട്, പഠിക്കുന്ന വേണ്ട. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പരീക്ഷകനുണ്ട്. അത് നമ്മൾ തകർക്കാൻ വേണ്ടിയല്ല, നമ്മൾ കോപ്പടിക്കുന്നുണ്ടോന്നറിയാൻ വേണ്ടിയാ. എന്തിനാ പരീക്ഷ വെച്ചിരിക്കുന്നത്? എക്സാം ഹാളിൽ, ഇപ്പൊ ഞാൻ എക്സാം ഹാളിൽ ഇരിക്കുന്ന പരീക്ഷകനാ, സാത്താനല്ല പഠിക്കുന്നു വേണ്ട അല്ലേ? ഇവിടെ ഇരിക്കുന്നത് എക്സാം ഹാൾ, നിങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. എന്തിനാണ് അല്ലേ പേടിയായി പഠിക്കുന്നത്? എന്തിനാ എന്നെ വെച്ചിരിക്കുന്നത് ഇവിടെ? എല്ലാ കുട്ടികളുടെ നീ ഏത് വീട്ടുകാരാടാ? നീ പാലക്കാടുകാരനാടാ? ആ നാട്ടിലൊക്കെ അവിടെയൊക്കെ വെള്ളമൊക്കെ ഉണ്ടാടാ അല്ലേ? ട്രിവാൻഡ്രക്കാരാണെങ്കിൽ എന്നടാ പിയെ നീ സുഖമാണെന്നൊക്കെ ചോദിച്ചാൽ അതാണോ? എന്തിനാ ഞാൻ അവിടെ നിൽക്കുന്നത്? നിങ്ങൾ കോപ്പിടിച്ച് ജയിക്കുമെന്നറിയാൻ വേണ്ടി. ഹല്ലേലൂയ അല്ലേ? ഒരു പ്രശ്നം വരുമ്പോൾ എന്താ പറയാ അല്ലേ, വളഞ്ഞ വഴി അല്ലേ, പ്രവാചകന്മാരുടെ അടുക്കൽ പോയി അല്ലെ, എന്താ പറയാ, പിന്നെ 21 ഉപവസിച്ചും 40 ഉപവസിച്ചൊക്കെ നോക്കി അല്ലെ, ചില പാസ്റ്റർമാരെ വിളിച്ചു വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ? ഈ വളഞ്ഞ വഴി ചെയ്തുണ്ടോ? കോപ്പിടിക്കുന്നത് അറിയാൻ വേണ്ടിയാ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആണോ ഇല്ലയോ? കോപ്പിടിച്ച് പിടിക്കൂലേ? അതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമയം കഴിയാറായി. എന്തുമാകട്ടെ, പരീക്ഷ നിങ്ങളെ പരീക്ഷിച്ചുവോ? നിങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളഴിച്ചിരിക്കാം. ഒരിക്കൽ പോലും ഇതുപോലെ നിങ്ങളുടെ പ്രയത്നം വെറുതെ ആകരുത്. നമ്മുടെ ഇവിടെ ദൈവദാസന്മാർ ഇവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്, ഹൗസ് ചർച്ച് നടത്തുന്ന ഹൗസ് ചർച്ച് ലീഡർമാരുണ്ട്, ഹൗസ് ചർച്ച് നടത്തുവാൻ വേണ്ടി ഭവനങ്ങൾ തുറന്നു കൊടുത്തവരുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് കൂടി വന്ന് വചനം പഠിച്ച് കർത്താവിനോട് വളരാൻ വേണ്ടിയാ.
പിന്നെ റോട്ടിലേക്ക് പോയി ജോലി കയറി അങ്ങോട്ട് പോയി നോക്കി പരീക്ഷകൻ നമ്മെ ചതിച്ച് ലോഹമോഹങ്ങൾ അകത്തിട്ടിട്ട് നാം വഞ്ചിക്കപ്പെടാതിരിക്കാനാ പൗലോസ് പറയുക, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ? ഇത്രയും രാവും പകലൊക്കെ ഞങ്ങൾ നിങ്ങളെ വചനം പഠിപ്പിച്ച് നിങ്ങളെ നേർവഴി കാണിച്ചു തന്നിട്ട് പോലും ഞാൻ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ വീണ്ടും പരീക്ഷകന്റെ വലയിൽ പെട്ടുപോയോ എന്ന പരീക്ഷ പരിശോധിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? പരീക്ഷിച്ചപ്പോൾ നിങ്ങൾ വീണുപോയോ? അല്ല, അതുകൊണ്ട് വളരെ ശ്രദ്ധയോ. അതുകൊണ്ടാണ് 2 പത്രോസ് 1-ാം അധ്യായം 3-ാം വാക്യം 4-ാം വാക്യം പറയുന്നത്, അവന്റെ പരിജ്ഞാനത്തിൽ വളരുവിൻ. നമുക്ക് വെച്ചിരിക്കുന്ന വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളിൽ നാം ഇത് കണ്ടറിഞ്ഞ് അത് ആഞ്ഞുകൊണ്ട് പിടിക്കുവാൻ നമുക്ക് മുന്നോട്ട് കൊണ്ട് നോക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ വീണ്ടുപോകും. എത്രയോ വർഷങ്ങളായി നമ്മൾ വിശ്വാസം അല്ലേ, എത്രയോ വർഷങ്ങളായ ആൾക്കാരുണ്ട്. ഇന്നും അവർക്ക് ദൈവത്തിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. നമുക്ക് നമ്മുടെ ജോലിയിൽ ഫലമുണ്ട്, ബിസിനസ്സിന് ഫലമുണ്ട്, എല്ലാ ഫലമുണ്ട്. പക്ഷേ കർത്താവിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല, ആത്മാവിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. നമുക്ക് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ തലമുറയിൽ ഇപ്പോൾ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് സമ്പാദിക്കുന്നവരായിത്തീരണം. അത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആണോ ഇല്ലയോ? എത്ര പേര് സ്വർഗത്തെ എത്ര പേർ സമ്പാദിച്ചു? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് സമൃദ്ധമായി സമ്പാദിച്ചു. കാരണം എൻ്റെ ജീവിതം മുഴുവനും ഞാൻ ജീവിച്ചു തീർക്കാൻ പോകുന്നത് അവിടെയാണ്. ഹല്ലേലൂയ. അതിനാണ് ഞാനിന്ന് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ വേണ്ടി അവന്റെ വചനം പഠിക്കാൻ വന്നിരിക്കും. ഹല്ലേലൂയ. അവനെ കുറിച്ച് അറിയാം, അവന്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ, അവനെ കുറിച്ച് ജ്ഞാനം വേണ്ട. നമുക്ക് ജ്ഞാനമുണ്ടെങ്കിലേ നമുക്ക് പരിജ്ഞാനം ലഭിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് വന്നിരിക്കുന്നത് അതിനു വേണ്ടി. എത്ര പേരെ ഉള്ളെങ്കിലും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ കർത്താവിനെയും സ്നേഹിക്കണം. ഇല്ലെങ്കിൽ ആർക്കും ഇവിടെ വരാൻ കഴിയത്തില്ല. കാരണം ദൈവരാത്രിയുടെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ വരം ലഭിച്ചവർക്ക് മാത്രമേ അത് കഴിയത്തുള്ളൂ. നിങ്ങൾക്കോ വരം ലഭിച്ചിരിക്കും. കർത്താവ് നിങ്ങളെ